ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഓൾഡ് സ്കൂൾ ബോയ്സിന്റെ പുതിയ കാർ പോഡ്കാസ്റ്റിലേക്ക്. എന്നിട്ട് കാർ പോഡ്കാസ്റ്റ് അത് നമ്മളിപ്പോ കാറിലല്ലേ താൽക്കാലികമായിട്ടുള്ള നമ്മുടെ കാർ പോഡ്കാസ്റ്റ് അങ്ങനെ ചെയ്തത്. ശ്രീകാന്ത് ആദ്യമായിട്ടാണ് കാർ പോഡ്കാസ്റ്റിൽ പങ്കെടുക്കുന്നത്. വെൽക്കം ടു കാർ പോഡ്കാസ്റ്റ്. അതുകൊണ്ട് നമ്മള് സ്പെഷ്യൽ ആയിട്ട് ഒരു ക്യാമറ അവിടെ ഡെഡിക്കേറ്റ് അഴിവിയ ആംഗിൾ, അത് അഴിയൊരു ആംഗിൾ. ഇതിനകത്ത് ഇത്രയൊക്കെ പറ്റുള്ളൂ, ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങള് അഡ്ജസ്റ്റ് ചെയ്യാം. വളരെ ചെറിയൊരു ഇതിലാണല്ലോ നമ്മൾ ചെയ്യുന്നേ. ഫ്രം ദ സീറോ അല്ലേ നമ്മള്. അങ്ങനെ അപ്പൊ നമ്മൾ ഇന്നത്തെ പോഡ്കാസ്റ്റിന്റെ വിഷയം എന്ന് പറയുന്നത് കേരളത്തെ ആകെ അപമാനിച്ച ഒരു അവാർഡ് പ്രഖ്യാപനമാണ്. നാഷണൽ അവാർഡ് അഥവാ നോർത്ത് ഇന്ത്യൻ അവാർഡ്. തമാശ ഇത്തവണത്തെ നാഷണൽ അവാർഡിലെ കുറച്ച് തമാശ ഇത് കൊള്ളിക്കണം വിചാരിച്ചുകൊണ്ട് തന്നെ വന്നതാണ് അഖിൽദാസ്. ഞാൻ കച്ച കെട്ടി വന്നതാണ്. അല്ല, പിണറായി വിജയനൊക്കെ എക്സിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇത് ഭയങ്കര അപമാനം ഉള്ളൊരു സെറ്റപ്പ്. അത് ആ പെർട്ടിക്കുലർ സിനിമയ്ക്ക് നമ്മുടെ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു പ്രൊപ്പഗാൻഡ ഫിലിമിന് ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫിയും കിട്ടി, ബെസ്റ്റ് ഡയറക്ടർ അവാർഡും കിട്ടി. എന്തായിരുന്നു അങ്ങനെ പേര്? സുദീപ് തോസൻ. അതെ, ആ പുള്ളിക്ക് അവാർഡ് കിട്ടിയതിൽ പ്രതിഷേധിച്ച് നമ്മൾ പ്രതിഷേധിക്കുന്നു, നമ്മൾ വാക്കൗട്ട് ചെയ്യുന്നു. ഞാൻ ഇറങ്ങി പോകുന്നു, നിങ്ങൾ സംസാരിച്ചു. അപ്പൊ അങ്ങനെ എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ അവാർഡ്? വളരെ മോശമാണ്. എനിക്ക് തോന്നിയത് ഈ പണ്ട് നമ്മൾ ഈ ഏഷ്യനെറ്റിലും പിന്നെ ഹിന്ദിയിലൊക്കെ തന്നെ ഫിലിം ഫെയർ അവാർഡ് ഇല്ലേ, അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് സ്റ്റാർ വാല്യുള്ള ആൾക്കാരെ വിളിച്ചിട്ട് ഞാൻ കൊടുക്കൂല, നിനക്കൊരു അവാർഡ്, നിനക്ക് യൂത്ത് ഐക്കൺ, അതേ സെറ്റപ്പ്. ഫിലിം ഫെയറും ഇത്തിരിയെങ്കിലും നോക്കിയിട്ട് കൊടുക്കും. ഫിലിം ഫെയർ ഇത്തിരിയെങ്കിലും നോക്കിട്ട് കൊടുക്കും. ഏഷ്യനെറ്റും കുറച്ചെങ്കിലും നോക്കിട്ട് കൊടുക്കൂടാ. കുറച്ചൊക്കെ നോക്കി. പക്ഷെ ബെസ്റ്റ് ആക്ടർ എപ്പോഴും ഒരാൾക്ക് അല്ല, ഒന്ന് രണ്ട് പേർ. മോഹൻലാൽ, മമ്മൂട്ടി അങ്ങനെ വീതം വെച്ച് കൊടുക്കും. എടാ, ബെസ്റ്റ് ആക്ടർ മമ്മൂട്ടിക്ക് അല്ലെങ്കിൽ പോപ്പുലർ ആക്ടർ മോഹൻലാലിന്. ഇത് മാറിയും തിരിച്ചു ഓരോ ദിവസം ഓരോ വർഷം തോറും മാറിയും തിരിച്ചും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. യൂത്ത് ഐക്കണൊക്കെ വെച്ച് കൊടുക്കും. അത് പിന്നെ ഒരു ഷോ മെജോറിറ്റി ഡാൻസ്, പാട്ട്, കോമഡി, കളിച്ച കോമഡികൾ, അങ്ങനെയുള്ള സാധനമായിട്ട് ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു പരിപാടി. കോമഡി ഒരു പ്രോഗ്രാമാണ്. അങ്ങനെയല്ലല്ലോ. ഇതൊരു ഗവൺമെന്റ് കൊടുക്കുന്ന രാഷ്ട്രപതി കയ്യിൽ നിന്ന് വാങ്ങണ ഒരു ഭയങ്കര ഒരു പ്രസ്റ്റീജിയസ് അവാർഡാണ്. അത് നമ്മൾ പണ്ട് തൊട്ട് നാഷണൽ അവാർഡ് വിന്നർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഒരു റെസ്പെക്റ്റില് ഭാരത് അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും ഇല്ല. ഒരു നടന് ഇപ്പൊ സുരാജ് തന്നെ നാഷണൽ അവാർഡ് വിജയിച്ചതിന് ശേഷം തന്നെ ഭയങ്കരമായിട്ട് സുരാജിന്റെ തന്നെ ആ ഒരു ഇതങ്ങ് മാറി. സലീം കുമാർ അവർക്ക് കിട്ടിയ റെസ്പെക്ട് ഒക്കെ അത് ഈ അവാർഡ് കൊണ്ട് കിട്ടിയ ഒരു സാധനം ആണ്. അതുപോലെ പണ്ടായിരുന്നെങ്കിലും ഈ പൊളിറ്റിക്സ് കൊണ്ട് കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പം അവർക്ക് സ്വാധീനം ചെലുത്താൻ പറ്റും. പക്ഷെ അതിലും കുറച്ച് ക്ലീൻ ആയിട്ട് ഒരു സൈഡായിരുന്നു ഫിലിം എന്നുള്ള, അല്ലെങ്കിൽ അവാർഡ് സൈഡ്. അതിൽ അങ്ങനെ കൈ വയ്ക്കൂലായിരുന്നു കുറച്ചാൾ മുന്നേ വരെ. പൊളിറ്റിക്സ് ആണെങ്കിൽ പോലും ബെറ്റർ ആയിട്ടുള്ളവർക്ക് കൊടുക്കുക. പൊളിറ്റിക്സ് ആണെങ്കിൽ ഇങ്ങനെ മത്സരിച്ച് അവർക്ക് കൊടുത്തില്ലല്ലോ എങ്കിലും മറ്റൊരു മോശമല്ലാത്ത രീതിയിൽ പെർഫോമൻസ് എന്തെങ്കിലും ചെയ്യുമായിരിക്കും. എനിക്ക് തോന്നുന്നു ഇരുവരില് മോഹൻലാലിന് പകരം പ്രകാശ് രാജിനെയാണ് കൊടുത്തത് അല്ലേ? പ്രകാശ് രാജ് സപ്പോർട്ടിംഗ് ആക്ടർ ആയിട്ടാണ്. മോഹൻലാലിന് റെക്കഗ്നീഷൻ കിട്ടിയില്ല. അത് എനിക്ക് ആ തന്മാത്രയിൽ കിട്ടിയില്ല, മോഹൻലാലിന് കിട്ടിയില്ല. പക്ഷെ ആ സമയത്ത് കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് ഓക്കെ, അവര് കൊടുത്ത ആളിനെ അങ്ങനെ നമ്മൾ കുറ്റം പറയൂല. കിട്ടാത്തത് ഒരു നിരാശ, അത്രേ ഉള്ളൂ. ഇല്ല, ഒരു തവണ അമിതാഭ് ബച്ചനുമായിട്ടായിരുന്നില്ലേ കോമ്പറ്റീഷൻ? മറ്റേ പായ്ക്കായിരുന്നു, അത് മമ്മൂട്ടിക്ക്. അതായത് പായല്ലേ, പാലേരി മാണിക്കും അതില് എന്നാലും പുള്ളിയുടെ പ്രായം വെച്ചിട്ട് ആ ഒരു റോള് ചെയ്തതിന്റെ അങ്ങനെ ഒരു സാധനം ചെയ്തതിന് ഒരു ഡിബേറ്റ് വന്ന്. അതേ ഞാൻ പറഞ്ഞു, നമ്മള് കിട്ടാത്തതിൽ നിരാശയായിരുന്നു എപ്പോഴും പ്രകടിപ്പിച്ചോണ്ടിരുന്നത്. പക്ഷെ ഇപ്പം കൊടുത്തതിലാണ് നിരാശ. ഇപ്പോഴേ അത് കഴിഞ്ഞിട്ട് ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. അത് ശരിയായില്ലല്ലോ, മമ്മൂട്ടിയല്ലേ അഭിനയിച്ച, അല്ല അമിതാഭ് ബച്ചനാണ്, അങ്ങനെ ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. ഇതിന് അങ്ങനെ ഒരു സാധ്യതയേ ഇല്ല. തർക്കങ്ങളുടെ ഒരു ആവശ്യമേ ഇല്ല. ഒരേ അഭിപ്രായം. അല്ലടാ, എനിക്ക് തോന്നണത് ആ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫുള്ള് കണ്ടിട്ടില്ല. കാര്യം അതിൽ കുറെ ക്ലിപ്സ് കണ്ടിട്ടുണ്ട്. അതിലെ ക്ലിപ്സിൽ തന്നെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഇങ്ങനെ നിറഞ്ഞു തുളുമ്പും. ഈ ഒരു നാഷണൽ ഫിലിം അവാർഡിന് ഒരു നാഷണൽ ലെവലിൽ അവാർഡിന് എടുക്കുമ്പോഴത്തേക്ക് ആ സിനിമയ്ക്ക് ഒരു
ഒരു ഒറിജിനാലിറ്റി വേണ്ടേ അതില് തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ ശാലിനി ഉണ്ണികൃഷ്ണൻ, തിരുവനന്തപുരം. എന്നെ കാണാൻ കത്തിനക്കൈപ്പിന്റെ ചാറുണ്ടല്ലേ. ഞാൻ മലയാളം കുറച്ച് പറയും. എന്തോ മലയാളം ഈ ചാറ്റ് പറഞ്ഞ സത്യം പറഞ്ഞ ചാറ്റ് ജിപിടിയിൽ മലയാളം ഒരു അടിച്ചു കഴിഞ്ഞാൽ മറ്റേ ഒരു ഇതൊക്കെ വെച്ചിട്ട് ഫുൾ ടൈം ഈ കേരള പെണ്ണുങ്ങളെന്ന് വെച്ചാൽ ഫുൾ ടൈം മറ്റേ പാവാട ബ്ലൗസ് മറ്റേ മുല്ലപ്പൂ മറ്റേ ഹോസ്റ്റൽ അഡ്മിഷൻ മുല്ലപ്പൂ മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ട് നാട്ടോടാ. എന്നിട്ട് മറ്റേ വാഴയിലയിൽ എന്നും വാഴയിലയില് കഴിക്കുന്നു. അതാണ്. പിന്നെ അതിന് മാത്രം വാഴ ഇവിടെ ഇല്ല. പിന്നെ കഥകളി. അതെ അതെ കേരളത്തിൽ കഥകളി അങ്ങനെ തമിഴ് സിനിമയില് പണ്ട് കാണിക്കുമല്ലോ, തമിഴ് സിനിമയില് മലയാളികളെ കാണിക്കും. അപ്പോഴത്തേക്കും കേരള പൊണ്ണ് എന്ന് പറയുമ്പോൾ മുല്ലപ്പൂ, കഥകളി, കേരള സ്റ്റൈൽ. അതില് കോമഡിക്കല്ല അവന്മാര് അല്ല, അത് പിന്നെ അവിടെ ഉള്ളവർക്ക് മലയാളം അത്ര സംസാരിക്കാൻ അറിഞ്ഞൂടെ, അവർക്ക് വേണ്ടി മാത്രമല്ലേ ഇത് ചെയ്യുന്നത്. അതൊരു കൊമേഴ്ഷ്യൽ ഫിലിമില് ഒരു പ്രാധാന്യം ഇല്ലാത്തൊരു സാധനത്തിലാണ് അവർ കാണിക്കുന്നത്. പക്ഷെ ഇതൊരു നാഷണൽ അവാർഡിന് എടുത്തൊരു സിനിമയിലാണ് ഇങ്ങനെ കാണിച്ചു വെച്ചേക്കുന്നത്. അതിനാണ് അവർ അവാർഡ് കൊടുത്തത്. അപ്പം യവന്മാർക്ക് ഇത്രയും വെളിവും വെള്ളിയാഴ്ചയില്ലേ. എന്നിട്ട് അവന്മാരാണ് പറഞ്ഞ ഗോട്ട് ലൈഫില് പൃഥ്വിരാജിന്റെ കുറച്ച് ആർട്ടിഫിഷ്യാലിറ്റി തോന്നി എന്ന് പറഞ്ഞ്. അപ്പം ആ ക്യാരക്ടറിനെ അഡാപ്റ്റ് ചെയ്ത് കറക്റ്റ് ആയില്ല എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് ഇങ്ങനെ ഈ കോപ്രായം കാണിച്ചു വെച്ചിരിക്കുന്ന പടം. അപ്പൊ ഒന്നുകിൽ അവന്മാരെ അറിഞ്ഞൂടെ, അല്ലെങ്കിൽ അവന്മാർ വിചാരിക്കുന്നത് ഇതാണ് കേരളം എന്ന്. കേരളത്തിൽ ഇങ്ങനെയാണ്. സിനിമാറ്റോഗ്രാഫിക്ക് ഇതിനാണ് കിട്ടിയത് ഈ കേരള സ്റ്റോറി. അപ്പൊ അത് പുള്ളി പറയണത് റിയലിസം ആണ്, റിയലിസ്റ്റിക് ആയിട്ട് ഷൂട്ട് ചെയ്തെന്നാണ് ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. പക്ഷെ അതിൽ എന്ത് സിനിമാറ്റോഗ്രാഫി എനിക്ക് മനസ്സിലാവണില്ല. ഈ സിനിമാറ്റോഗ്രാഫിയിൽ റിയലിസം മാത്രമാണോ അതിന്റെ ഒരു ഇത്? ടെക്നിക്കും കാര്യങ്ങളൊക്കെ ഇല്ലേ ഇതില്? ടെക്നിക്കും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഇത് ഒരു വേറിട്ട് നിൽക്കണമല്ലോ. ബാക്കി കോമ്പറ്റീഷൻ വരുന്ന സിനിമയിൽ നിന്ന് ഒരു വേറിട്ട സാധനമായിരിക്കണം, എല്ലാവർക്കും ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സാധനം. ഇത് ഒരു സാധാ ഒരു ടെലിഫിലിം പോലത്തെ ഒരു സിനിമ എടുത്തു വെച്ചിട്ട് അതിന് ഇങ്ങനെ സിനിമാറ്റോഗ്രാഫിക്ക് ഇത്ര വലിയൊരു അവാർഡ് കൊടുക്കുക എന്ന് പറയണത് ഒരു ഉണ്ടേ ഇല്ല. അത് ക്ലിപ്പ് കാണും. ഞാൻ അതിന്റെ സിനിമയിൽ ഫുൾ കണ്ടിട്ടില്ല, പക്ഷെ ക്ലിപ്സ് നമ്മൾ കാണുമല്ലോ. അല്ല, അതങ്ങനെ കണ്ടിരിക്കാൻ പറ്റുമെന്ന് തോന്നല്ലോ, നമുക്ക് കണ്ടിരിക്കാൻ പറ്റുമെന്ന് തോന്നല്ലോ. അത് ഇതിനു വേണ്ടി കാണാന്ന് വിചാരിച്ചാലും പറ്റാത്തോണ്ടാണ്. ഒരു പ്രൊപ്പഗൻഡ ഫിലിമാണ്. അതെനിക്ക് തോന്നുന്നു വെസ്റ്റ് ബംഗാളിലൊക്കെ എന്തോ അത് നിരോധിച്ചതല്ലേ, ആ പടം നിരോധിച്ചിട്ടുണ്ട്. പിന്നെ BJP ഇരിക്കുന്ന 2-3 സ്റ്റേറ്റ്സിൽ അതിന് ഫ്രീ ടാക്സ് വേവ് ചെയ്ത് കൊടുത്ത് കൂടുതൽ ആൾക്കാർ കാണാൻ വേണ്ടിട്ട്. എനിക്ക് BJPക്ക് ആ സമയത്ത് കുറച്ച് ആൾക്കാരുടെ ഇടയിൽ ഒരു ഫോബിയ ഉണ്ടാക്കാനും കുറച്ച് ഇത് കിട്ടാനും നല്ല ഹെൽപ്പ് ചെയ്തൊരു പടമാണ്. കാര്യം ഇതിപ്പം കേരളത്തിനെ കുറിച്ച് അറിഞ്ഞാത്ത ഒരാൾ അത് കാണുകയാണെങ്കിൽ നമ്പർ ഓഫ് പീപ്പിൾ ഉണ്ടല്ലോ, അവർ പറയുന്നത് 33,000 ആണ് പറഞ്ഞത്. 32,000 ഫേക്ക് നമ്പർ. പിന്നെ ഇത് പുറത്തുള്ളവർ കാണുമ്പോഴും അവർക്ക് ഒന്നും അറിഞ്ഞുകൂടെങ്കിൽ കേരളത്തിൽ ഇങ്ങനെയാണ് നടക്കുന്നത്, എക്സാക്ട്ലി ഇങ്ങനെയാണെന്ന് വിചാരിക്കും. അത് നോക്കിയാൽ മതി. ഈ പടം ഇറങ്ങിയതിന് ശേഷം കുറച്ചും കൂടി ഈ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ അവിടെ കമന്റ് നോക്കുമ്പോഴത്തേക്കും കേരളത്തിനെ പൊക്കിയടിച്ചുള്ള സാധനത്തിന്റെ അടിയിൽ അവന്മാരൊന്നും ഈ സെയിം സാധനം ഇടും. അവന്മാർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്, ISIS ഏറ്റവും കൂടുതൽ വളർന്നിട്ടുണ്ട്, ടെററിസ്റ്റ് ആയിട്ട് എന്നൊക്കെയാണ് അവന്മാർ വിളിക്കുന്നത്. അതിന്റെ താഴെ നോക്കിയാൽ അത് എന്നിട്ട് റെഫറൻസ് ചെയ്താൽ അവർ അറിയില്ലേ എവിടുന്നാണ് റെഫറൻസ്, കേരള സ്റ്റോറി കണ്ടിട്ടില്ല, അപ്പൊ അവന്മാർ ഇടോടാ അടുത്ത് അവന്മാർ ഇത് കണ്ടിട്ടാണ് ഇടുള്ളത്. ഒരു സ്റ്റേറ്റിന്റെ ഇമേജ് ടാർണിഷ് ചെയ്ത പടത്തിന് ഒരു അവാർഡ് കൊടുക്കുക എന്ന് പറയുന്നത് ആ സ്റ്റേറ്റിനെ തന്നെ അപമാനിക്കുന്നു. അത് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലിവിങ് സ്റ്റാൻഡേർഡ് ഉള്ള സ്റ്റേറ്റ്. ഒന്ന് നോക്കുകയാണെങ്കിൽ നല്ല ലിവിങ് സ്റ്റാൻഡേർഡും മൊത്തത്തിലൊരു എല്ലാം കൊണ്ടും മികച്ച ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേറ്റിനെക്കാട്ടി നല്ല ആ ഒരു സ്റ്റേറ്റിനെ ടാർണിഷ് ചെയ്യണം. അത് എന്തോന്നാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിന് വീണ്ടും ഒരു നാഷണൽ അവാർഡും കൂടെ കൊടുക്കുമ്പോ വീണ്ടും അതിങ്ങനെ പൊങ്ങി വരും. ഇതിനാണ് നാഷണൽ അവാർഡ് കിട്ടിയത്, എങ്കിൽ ഒന്ന് കാണണമല്ലോ അങ്ങനെ വരും. അങ്ങനെ ഒരു പ്രശ്നങ്ങൾ. പിന്നെ അതേപോലെയാണ് നമ്മുടെ ബെസ്റ്റ് ആക്ടേഴ്സ് അവാർഡ്. അതില് 12th ഫെയിൽ പുള്ളിയുടെ ഡിസേർവിംഗ് ആണെന്ന് പറയാം. പക്ഷേ പൃഥ്വിരാജിന് ഒക്കെ മാറ്റി കുറിച്ചിട്ടുള്ള ഒരു പ്രകടനമായിട്ട് എനിക്ക് തോന്നിയില്ല. ബാക്കി പൃഥ്വിരാജിന്റെ പക്ഷെ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു അവാർഡ് കൊടുക്കുന്നത് ശരിയല്ലാന്ന് ഞാനും അല്ല, ഒരു ഇത് സ്പെഷ്യൽ മെൻഷൻ എങ്കിലും കൊടുക്കണ്ടേ. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കണ്ടപ്പോ ആക്ഷൻ തോന്നിയ ഒരു സാധനമാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ സിനിമയില് മറ്റേ ഗോകുൽ എന്ന് പറഞ്ഞ പുള്ളിയില്ലേ, അയാൾക്ക്
ഒരു പരാമർശമുണ്ട്. പക്ഷേ പൃഥ്വിരാജിനില്ല. ഇല്ല, ഇല്ല. അത് എനിക്ക് തോന്നുന്നത് എമ്പുരാന്റെ ആഫ്റ്റർ എഫക്ട്സ് ആയിരിക്കാം. ശരിയാണ്. അല്ലെങ്കിൽ പോട്ട് അവാർഡ് കൊടുക്കണ്ട. സിനിമാറ്റോഗ്രാഫി എന്ത് നല്ലതല്ലേ ബെസ്റ്റ് ആയിരുന്നില്ലേ? സിനിമാറ്റോഗ്രാഫി ഡയറക്ഷൻ ബെസ്റ്റ് ആയിരുന്നില്ലേ? ഇതിലെന്തോന്ന് ഡയറക്ഷനാണ് കൊടുത്തിരിക്കണത്. എന്തോന്ന് ഡയറക്ഷനാണ് ഈ കഥകളി ഇങ്ങനെ ആക്കണതും. അതാണ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം അഭിനയിപ്പിക്കണം. ഒരു ആക്ടറിനെ നല്ല രീതിയിൽ അഭിനയിപ്പിക്കണം. പിന്നെ എല്ലാ അതിൽ കൂടെ ഇരിക്കുന്ന ആക്ടറിനെ നല്ല രീതിയിൽ അഭിനയിപ്പിക്കണം. എല്ലാം നോക്കണം. അതൊക്കെ ഡയറക്ഷനിൽ വരൂലേ? അപ്പോഴങ്ങനെ നോക്കുമ്പോൾ ഇതൊരു അല്ലടാ, ഒരു ബേസിക് ഒരു റിസർച്ച് എങ്കിലും ചെയ്യേണ്ട ഒരു ഡയറക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക്. അതായത് ഒരു ഇപ്പൊ അവര് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നടന്ന സംഭവമാണെന്നും പറഞ്ഞ് കേരളത്തിനെയാണ് കാണിക്കണം. അപ്പൊ കേരളത്തിനെ കാണിക്കുമ്പോൾ കേരളത്തിന്റെ കൾച്ചറെങ്കിലും ഒന്ന് കറക്റ്റ് ആയിട്ട് കാണിക്കണം. അല്ലാതെ ഈ കഥകളിയും മുല്ലപ്പൂവും ആട്ടിയാ പോരല്ലോ. സ്ലാങ് അല്ലെങ്കിൽ ആ മലയാള സ്ലാങ് നോക്ക്. സ്ലാങ് തന്നെ അല്ല, അത് ഒരു കോട്ടയം ഒരു പുള്ളിക്കാരിയുണ്ട്, അത് മലയാളിയാണ്. പക്ഷെ അത് കുറച്ച് മോഡേൺ ആണ്. തിരുവനന്തപുരത്തുള്ളവർ ഇങ്ങനെയാണ്. തിരുവനന്തപുരത്തെ ഇമേജ് ടാർണിഷ് ചെയ്യണേ. അതെനിക്ക് ഇത് പക്ക പൊളിറ്റിക്സ് തന്നെയാണ്. പക്ഷെ എനിക്ക് വിക്രാന്ത് കിട്ടിയത് 12th ഫെയിൽ. അത് ഷാറൂഖ് ഖാന്റെ ഈ ഒരു റോൾ വെച്ച് നോക്കുമ്പോൾ വിക്രാന്തിന് കിട്ടിയതിൽ കുറ്റം പറയാൻ അത് കിടിലമായിട്ട് എനിക്ക് കിടിലായിട്ട് ഇഷ്ടപ്പെട്ട പടമായിരുന്നു. അത് അങ്ങനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കൊടുക്കണ്ടായിരുന്ന ഓ അതിന്റെ കൂടെ ഷെയർ ചെയ്യണത് അവമാനമാണെന്നാ. എങ്ങനെ ഇതൊരു ബെസ്റ്റ് ആക്ടിങ് അതാണ് ഞാൻ പറഞ്ഞത്. വിക്രാന്ത് മാസിക്ക് കൊടുത്തത് അങ്ങേർക്ക് ഒരു അപമാനമാണ്. ഷെയർ ചെയ്യേണ്ടി അങ്ങേർക്കും അപമാനമാണ്, ഷാറൂഖ് ഖാനാണ് സത്യം പറഞ്ഞ അപമാനം. ഞാൻ ഇപ്പൊ ഷാറൂഖ് ഖാൻ ഇത് കിട്ടുമ്പോഴത്തേക്കും ഷാറൂഖ് ഖാൻ വിചാരിക്കൂല എന്ത് തേങ്ങ ഇതിനേക്കാളും നല്ല ശക്തി അല്ലെങ്കിൽ സ്വദേശ്. അല്ല, ഇത് ഷാറൂഖ് ഖാൻ അറിയാണ്ട് കൊടുത്തായിരിക്കും. ഷാറൂഖ് ഖാനിന് എന്തെങ്കിലും അങ്ങനെ വാങ്ങണമെങ്കിൽ എന്തേ വാങ്ങായിരുന്നു. ഷാറൂഖ് ഖാൻ ഇങ്ങനെ സംഭവം ഈ നമ്മുടെ ആ പ്രഖ്യാപനം നടത്തിയ ആളാണ് ഈ സ്വദേശും ലഗാനും ഒക്കെ എടുത്ത സംവിധായകൻ അശുതോഷ്. പുള്ളിക്ക് സ്വദേശ് എന്ന് പറഞ്ഞ സിനിമ എനിക്ക് തോന്നുന്നു ആ ടൈമില് കിട്ടിയില്ല. ആ ടൈമില് സെയ്ഫ് അലി ഖാനാണ് കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോഴേ ആ ഒരു ഡിസർവിങ് ആയിരുന്നു. എല്ലാം ഭയങ്കര അതും പടവും ഫ്ലോപ്പായിരുന്നു. അപ്പോഴേ അങ്ങനെയൊക്കെ കൊണ്ടായിരിക്കാം ഒരു എന്തായാലും മേലിൽ പറ്റി. എന്തായാലും ജവാനെങ്കിൽ ജവാൻ പിടിച്ചോ. അപ്പൊ ബ്ലസ്സി എങ്ങാനും ഇതേപോലെ ഒരു ഇതാവുമ്പോഴത്തേക്കും ഭാവിയിൽ ബ്ലസ്സി അങ്ങനെ തലപ്പത്ത് വരുമ്പോ പൃഥ്വിരാജ് ഏതെങ്കിലും ഇതേപോലത്തെ മറ്റേ കടുവ പോലത്തെ സിനിമ വരും. സൂപ്പർ. എടാ മുമ്പ് പ്രിയദർശൻ ഒരു സമയം ഒരു വർഷം ഇരുന്നിട്ടുണ്ട് കുറച്ചു നാള്. ആ സമയത്ത് മലയാളത്തില് അത് മോഹൻ അതൊരു അപമാനമാണ്. അതും സത്യം പറഞ്ഞ ആ ടൈമില് നമ്മള് നാഷണൽ അവാർഡ് എന്ന് പറഞ്ഞ കോവിഡ് ആ ടൈമില് മരിക്കാറ് റിലീസിന് മുമ്പ് ഇത് വെച്ചാണ് ബെസ്റ്റ് ഫീച്ചർ ഫിലിം ഇൻ ഇന്ത്യ. ബെസ്റ്റ് മലയാളം ഫിലിം പോലും അല്ല, ബെസ്റ്റ് ഫീച്ചർ ഫിലിം. ഇത് വെച്ച് ഇങ്ങനെ ആദ്യമേ എഴുതി കാണിക്കും ബെസ്റ്റ് ഫീച്ചർ. പോയി കണ്ടുപിടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ല അന്ന് പ്രിയദർശനായിരുന്നോ? എനിക്ക് തോന്നുന്നു മരിക്കാർ ഇറങ്ങിയപ്പോ ജൂറിയിൽ വരൂലടാ. അങ്ങനെ വന്നു. അതാണ് ഞാൻ ചോദിച്ചത്. അത് ചിലപ്പം ഇതായിരിക്കും. പക്ഷെ ആ സമയത്ത് ഇതുപോലെ കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഈ പ്രിയദർശൻ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ കൊടുത്തൊക്കെ പ്രിയദർശൻ ഉണ്ടായിരുന്ന ടൈമിൽ എനിക്ക് തോന്നുന്നു ജനതാ കാരേജിന് മോഹൻലാലിന് കൊടുത്തു. അത് തന്നെ ശരിയാണ്. ജനതാ കാരേജ്. പിന്നെ ഇത് അക്ഷയ് കുമാറിന് അത് ഏത് ഫിലിമാണെന്ന് ഓർമ്മയില്ല. പക്ഷെ കിട്ടിയിട്ടുണ്ട്. അക്ഷയ് കുമാറിനും എന്തോ ഉണ്ട്. അങ്ങനെ എന്തോ അറിയാം. തന്നെ എനിക്ക് മറ്റേ ഈ കേരളത്തില് പാർട്ടികൾ ഭരണത്തിൽ വരുമ്പോഴേ അവര് മറ്റേ PSC ചെയർമാനാക്കും. അങ്ങനെ എടുത്ത് കൊടുക്കൂല. നീ PSC ചെയർമാൻ, നീ ഇതിന്റെ ചെയർമാൻ. അതുപോലെ അല്ലടാ കേരള സ്റ്റേറ്റ് അവാർഡ് എന്ത് അത് നോക്കുകയാണെങ്കിൽ വൻ സാധനമല്ലേ. നമുക്ക് അങ്ങനെ ഒരു ഭയങ്കര ഇത് ഇവർക്ക് കൊടുക്കേണ്ടിയിരുന്ന അങ്ങനെ തോന്നൂല. അതിലും വന്നിട്ടുണ്ട്. പക്ഷെ അതിലും ചിലപ്പോൾ നമുക്ക് തോന്നും ഇങ്ങനെയായിരുന്നു കൂടുതൽ ഡിസേർവിംഗ് എന്ന് നമുക്ക് തോന്നും. പക്ഷെ സ്റ്റിൽ നോക്കുമ്പോൾ അപ്പുറത്തുള്ള അത്തവണ കിട്ടിയ ആളും ഭയങ്കര കിടിലുമായിരിക്കും. അല്ല, നമ്മൾ കൊടുത്തതിന് ഒരിക്കലും നമുക്ക് അങ്ങനെ തോന്നൂല, ഒരു മോശം തോന്നൂല. മറ്റേ കിട്ടിയില്ലല്ലോ എന്നുള്ള ഒരു വിഷമം. അതെ അതെ അതെ.
പക്ഷെ ഇത് ഒരു വല്ലാത്തൊരു ഷാറൂഖ് ഖാന്റെ കരിയറിൽ നമ്മള് ജവാൻ സിനിമ ഇത് റിവ്യൂ ഒക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ? ആദ്യം നമ്മളെല്ലാരും പോയില്ലേ? പോയി ആലരും പോയി. പന്തോ കൊടുത്ത് വരും. ഫസ്റ്റ് സിനിമ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കിടിലമായിരിക്കും. ഡബിൾ റോൾ അല്ലേ? അങ്ങോട്ട് പോയി ഓ തന്തേനും മോനും. അയ്യോ, അത് പുള്ളിക്ക് തന്നെ അതൊരു അപമാനമാണ്. ഷാറൂഖ് ഖാൻ അതൊരു വലിയ അപമാനം. എനിക്ക് തോന്നുന്നു ഇത് മറ്റേ എന്തോന്ന് കേരള സ്റ്റോറീസ് ഇറങ്ങിയിട്ട് നമ്മൾ കണ്ടില്ല. പടം മൊത്തത്തിൽ കാണാത്തോണ്ട് അത് അങ്ങനെ പറയാൻ പാടുണ്ടോന്ന് ആൾക്കാർക്ക് തോന്നാം. പക്ഷെ ഇത് മൊത്തത്തിൽ കണ്ട് ഇതിന് എന്തുകൊണ്ട് കൊടുത്തു എന്ന് വെച്ചാൽ ഒരു കൊമേഴ്സ് ഇത്രയും മറ്റേ മാസ് അങ്ങനെയാണെങ്കിൽ വിജയ്ക്ക് എത്ര അവാർഡ് കിട്ടാനുള്ളത്? കിട്ടണം, മെഴ്സലിന് കിട്ടണ്ടേ. അതെ അല്ല, വിജയുടെ കുറെ സിനിമകളുടെ സാധനം തന്നെയാണ് ഇതില്. അതിന്റെ ഒരു അമാൽ കമ്മീഷനാണ് ഈ ഒരു സാധനം എല്ലായിടത്തും കട്ടി വെച്ചിട്ടുണ്ട്. വിജയ്ക്ക് കിട്ടണം, രജനീകാന്തിന് ഈ ഇത്രയും പ്രായമായിട്ടും അവാർഡ്, നാഷണൽ അവാർഡ് കിട്ടിയിട്ടില്ല. ഇത് ഇറങ്ങിയപ്പോഴല്ലേ മറ്റേ ബ്ലൂ സെട്ടൈമാരൻ പറഞ്ഞത് അറ്റ്ലി നിങ്ങൾ അവിടെ തന്നെ പണ്ണണം, തിരിച്ച് ഇവിടെ കേരളത്തിൽ തിരിച്ച് തമിഴ്നാട്ടിൽ വന്ന് പള്ളരുത്, ആൾലയിൽ പള്ളരുത്. അല്ല, അറ്റ്ലിക്ക് തന്നെ അതൊരു അത്ഭുതമായിരിക്കും. ഞാൻ ഇങ്ങനെ വിചാരിക്കും, ഞാൻ ഷാരൂഖ് ജിക്ക് ആദ്യമായിട്ട് ഒരു നാഷണൽ അവാർഡ് കൊടുത്ത് എന്നെ സമ്മതിക്കണം. അല്ലടാ എവരെ ഞാൻ ചോദിക്കണം, എവർക്ക് തന്നെ ഒരു ബോധം കാണൂലേ? തലയ്ക്കുള്ള ആർക്കും ഒരു ബോധം കാണുമല്ലോ ഇത് കാണുമ്പോഴത്തേക്കും. നമുക്ക് നാണക്കേട് തോന്നൂല ഇതൊക്കെ ഈ ഒരു സിനിമയ്ക്ക്? എനിക്ക് തോന്നുന്നു ഷാറൂഖ് ഖാൻ ചിലപ്പോ തോന്നൂല, ഉള്ളിന്റെ ഉള്ളിലെങ്കിലും ഒരു സത്യം പറഞ്ഞാൽ എനിക്ക് എങ്ങനെ ഇത് ഷാറൂഖ് ഖാൻ അറിയാണ്ട് കൊടുത്താണെന്ന് എനിക്ക് തോന്നുന്നു. അതൊരു സംശയമാണ്. എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോ പുള്ളിക്ക് എന്തോ കളി കാണും. ചിലപ്പോ പുള്ളിക്ക് ഇത് കിട്ടേണ്ട ഒരു ടൈം ആയില്ലേ. ഇനിയിപ്പോ അടുത്തിറങ്ങുന്ന സിനിമയൊക്കെ ചിലപ്പം ഇതിനേക്കാൾ മോശമായിരിക്കും. അല്ല, ഈ വർഷം ഷാറൂഖ് ഖാൻ കിട്ടിയ പോലെ തന്നെ കഴിഞ്ഞ വർഷം പുഷ്പയ്ക്കും കിട്ടി. പുഷ്പയ്ക്ക് കിട്ടി, അതും നമുക്ക് ഇതേപോലെ തന്നെ തോന്നിയത്. പക്ഷെ പുഷ്പയില് ഞാൻ പറയണെങ്കിൽ അങ്ങേര് കുറെ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. പുഷ്പയില് ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ അവാർഡ് കിട്ടാനുള്ളതാണെന്ന് പറയില്ല, പക്ഷെ അങ്ങേര് എഫേർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ കരിയർ ബെസ്റ്റ് ആണ്. പക്ഷെ ഒരു നാഷണൽ അവാർഡ് എന്ന് പറയുമ്പോൾ പണ്ടത്തെ ഇപ്പം നാഷണൽ അവാർഡിൽ മത്സരിക്കണമെന്ന് ഈ തന്മാത്രയൊക്കെ റിജക്ട് ചെയ്യണ ഒരു ടൈപ്പ്, ഒരു നമ്മൾ നാഷണൽ അവാർഡ് നിന്നേക്കും ദി ബെസ്റ്റ് എന്ന് പറയണ എപ്പോഴാ ഒരു ആർട്ട് ഹൗസ് പടം, അതെ, കൊമേഴ്ഷ്യൽ പടവും മറ്റേ ഇത്രയും ഓവർ കൊമേഴ്ഷ്യൽ പടവും അവർ എടുക്ക പോലും ഇല്ല, കൺസിഡർ ചെയ്യൂല. ആ ടൈമിലാണ് ഈ പുഷ്പയൊക്കെ വരുന്നത്. അപ്പോഴേ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ തന്മാത്ര റിജക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറെ ഇങ്ങനത്തെ പടങ്ങളുണ്ടല്ലോ, കാതലല്ലല്ലോ മറ്റേ പേരൻപൊക്കെ അത് റിജക്ട് ചെയ്ത്. അപ്പോഴങ്ങനെയൊക്കെ നോക്കുമ്പോ പുഷ്പയൊക്കെ കൊടുത്ത് ജവാൻ കൊടുത്തെന്നൊക്കെ പറയണത് വളരെ കൊമേഴ്ഷ്യലൈസ്ഡ് ആയി. ഇതുകൊണ്ട് ഇവര് കാണൂലായിരിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു ഹിറ്റായ കുറച്ച് പടങ്ങൾ എടുത്ത് കണ്ടിട്ട് ഇത് കൊള്ളാം. അല്ല, പണ്ടൊക്കെ ഈ തന്മാത്ര തന്നെ ഒരു കൊമേഴ്ഷ്യൽ പടം എന്നുള്ള രീതിക്കൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. അങ്ങനെ കൊടുക്കണമെങ്കിൽ തന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്മാത്രക്ക് അവാർഡ് മറ്റേ ഫിലിം ഫെയർ ഇതിലൊക്കെ മാത്രം. പിന്നെ തന്മാത്രയൊക്കെ അവാർഡ് കൊടുക്കാതെ, അത് സത്യം പറഞ്ഞാൽ അതും അൺഫെയർ ആയിരുന്നു ആ ടൈമില്. തന്മാത്രയ്ക്ക് കൊടുക്കാത്ത, തന്മാത്രയ്ക്ക് വരും അമിതാഭ് ബച്ചൻ എന്തോ നോർത്ത് ലോബി തന്നെയായിരുന്നു, അമിതാഭ് ബച്ചൻ ബ്ലാക്കിനോ അങ്ങനെ എന്തോ. അല്ല, ഇവർക്ക് മോഹൻലാലിനും മമ്മൂട്ടിക്ക് എപ്പോഴും മിസ്സാകുമ്പോഴത്തേക്ക് ഇടയ്ക്ക് മിക്കവാറും അമിതാഭ് ബച്ചനാണ്. പക്ഷെ അമിതാഭ് ബച്ചൻ കുറച്ചും കൂടി ഒക്കെ അഭിനയിക്കും, അതിലൊന്നും പറയാനൊന്നും പറ്റില്ല. ഇവര് ഡിസേർവിംഗ് ആണ്, നമുക്ക് ഡിസേർവിംഗ് ആണ്, ബട്ട് സ്റ്റിൽ അങ്ങേരെ അഭിനയിക്കും, കുറ്റം പറയാൻ പറ്റൂല. പക്ഷെ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാറൂഖ് ഖാന് എനിക്ക് അറിഞ്ഞൂടെ എന്താണ് അഭിനയിച്ചത്, എന്താണ് അഭിനയിച്ചത്? ഷാറൂഖ് ഖാൻ 2 ഗെറ്റപ്പിൽ അപ്പൂപ്പനായിട്ടൊക്കെ അപ്പൂപ്പനായിട്ട് അടികൂടണമെന്ന് വെച്ചാൽ ചില്ലറ കാര്യം. അത് പിന്നെ വില്ലൻ മറ്റേ ഇങ്ങനെയായിരുന്നു, വിജയ് സേതുപതിയുടെ വേഴ്സ്റ്റ് പടം. അതിനുശേഷമാണ് വിജയ് സേതുപതി വില്ലൻ റോളുകൾ ഉപേക്ഷിച്ചത്. മോശം പടം. അങ്ങേര് വരുമ്പോ ഇങ്ങനെ മുഖത്തൊന്നും വരൂല, ഇങ്ങനെ മാത്രം പറയും. ഇങ്ങനത്തെ വേഴ്സ്റ്റ് ഡിസിഷനും കൂടി. അപ്പം കുറ്റം പറച്ചിലുകൾക്കിടയിൽ നമുക്ക് ഒരു 2 മലയാള ആക്ടേഴ്സ്, മലയാളത്തിന് 2 അവാർഡും കൂടെ കിട്ടിയിട്ടുണ്ട്. കണ്ണിലൊരു തിരി ഡിസർവിംഗ് ആണെന്ന് നമുക്ക് തോന്നിയിട്ടുള്ളത്. മലയാളി ആയോണ്ടല്ല, അല്ലാതെ തന്നെ നമുക്ക് ഡിസർവിംഗ് ആണെന്ന് തോന്നണം. ഉള്ളൊഴുക്കില് ഉർവശിക്ക് ബെസ്റ്റ് മലയാളം ഫിലിമായിട്ട് ഉള്ളൊഴുക്ക്, പിന്നെ ഉർവശിക്കും സഹനടി അവാർഡ്, പിന്നെ സഹനടൻ അവാർഡ് പുള്ളിക്ക് വിജയരാഘവൻ. അപ്പൊ ഇതാണ് മലയാളത്തിന്. പൂക്കാലത്തിലാണ് കിട്ടിയത്. പൂക്കാലം കണ്ടായിരുന്നു? കണ്ടില്ല.
ഞാൻ കണ്ടായിരുന്നു മുക്കാലത്തില് ഒരു 90 വയസ്സിലുള്ള getup. ഗെറ്റപ്പാണ്. അപ്പൊ 90 വയസ്സ് അങ്ങനെ ആ ഒരു തോന്നും. പക്ഷെ പടം അത്ര ഇഷ്ടപ്പെട്ടില്ല. പടം കൊള്ളൂലായിരുന്നു. പടം ഒരു രസമില്ലായിരുന്നു. പിന്നെ ഇത് കിഷ്കിന്ധാകാന്ത പോലെ അതിനേക്കാൾ കൊള്ളാന്ന് എനിക്ക് തോന്നിയത്. കിഷ്കിന്ധ കണ്ട പക്ഷെ ഇതില് നോക്കൂലല്ലോ, കാര്യം 2023 സിനിമകളല്ലേ. 24 ഇത് ഭയങ്കര ഗ്യാപ്പ് തന്നെ അല്ലേ? എങ്ങനെയാണ് ഒരു വർഷം ഗ്യാപ്പ് വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പടം കണ്ട് തീർന്നു. കൊറോണയ്ക്കിടയ്ക്ക് കൊറോണയുടെ സമയത്ത് എന്തോ ഡിലേ ഒരെണ്ണം കൊടുത്തില്ല, അങ്ങനെ എന്തോ ഉണ്ടോന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ഇതിലാണ് ഗ്യാപ്പ് വന്നത്. സാധാരണ 2025 2024 അവാർഡാണ് കേൾക്കാറുള്ളത്. ഇത് 2023 കുറച്ച് ഗ്യാപ്പ് ഉള്ള പോലെ തോന്നണം. ഒരു വർഷം ഗ്യാപ്പ് ആൾക്കാർ ഒത്തിരി മറന്നു പോകും. മറന്നു. അതെ അതെ അതെ. ഔട്ട്ഡേറ്റഡ് നമ്മൾ ഇത് കഴിഞ്ഞ ഞാനും ആലോചിച്ച് ബ്രഹ്മയുഗമൊക്കെ അപ്പോഴാണ് പിന്നെ ശരി അതിന് മുന്നത്തെ ആണെന്നല്ലേ. എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ ഇപ്പൊ ഒരു ചർച്ചയായിരിക്കും. കാര്യം തിരുവനന്തപുരത്തെ നിയമസഭയില് മറ്റേ കോൺക്ലേവ് കിടക്കുകയാണ് ഫിലിമിന്റെ. അതില് ഇന്ന് ഞാൻ പത്രം വായിച്ചപ്പോ കണ്ടു ഭീമൻ രഘു എന്തോ എണീറ്റ് നിന്നിട്ട് സംസാരിച്ചെന്ന്. ഈ വേതനം തുല്യ വേതനം വേണമെന്ന് പറഞ്ഞൊരു സംഭവം നടക്കണില്ലേ. അതായത് ആക്ടേഴ്സിനും ആക്ട്രസിനും സെയിം സാലറി ആക്കണം എന്നുള്ളതിന്. അപ്പം അങ്ങേര് എണീറ്റ് നിന്നിട്ട് പറഞ്ഞെന്ന് ഒരു സിനിമ ഒരു പ്രൊഡ്യൂസർ ഫസ്റ്റ് കൈ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് നടനാണെന്ന് നോക്കിയിട്ടാണ് ഫസ്റ്റ് തീരുമാനിക്കുന്നത്. അത് നടൻ വെച്ചിട്ടാണ് സിനിമ ഓടണമെന്ന് പറഞ്ഞിട്ട് അങ്ങേര് എണീറ്റ് നിന്ന് പറഞ്ഞെന്ന്. അപ്പോൾ കുറെ പേര് എണീറ്റ് നിന്ന് സംസാരിക്കാൻ പോയപ്പോഴത്തേക്കും രാജീവല്ലേ ഇപ്പോഴത്തെ മിനിസ്റ്റർ, രാജീവാണെന്നുകൊണ്ട് പറഞ്ഞൊന്നും ഇല്ല, അത് നിങ്ങൾ പിന്നെ പറഞ്ഞു, പുള്ളിയുടെ അഭിപ്രായമാണ് പറയണത്, അത് നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ പിന്നീട് സംസാരിക്കാന്ന് പറഞ്ഞിട്ട്. ഭീമൻ രഘു എഴുന്നേറ്റ് പറയണതൊക്കെ എപ്പോഴും എനിക്ക് അത് മൈൻഡിൽ ഇങ്ങനെ ഇങ്ങനെ നിക്കണത് എപ്പോഴും നിൽക്കും. ഭീമൻ രഘു ഒന്ന് കേൾക്കുമ്പോ എപ്പോഴും അത് ഭീമൻ രഘു എണീറ്റ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ എനിക്ക് എണീറ്റ് എന്ന് പറഞ്ഞു. അല്ല, ഈ തുല്യവേതനം ഈ ഗവൺമെന്റ് വിചാരിച്ചാൽ അതൊന്നും നടക്കാൻ പറ്റൂ? സാധനം പറ്റൂല. അത് ഫിലിമില് പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ഈ സെയിം സാധനം മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഒരു അമീർ ഖാനാണോ പറഞ്ഞത്? അമീർ ഖാൻ പറഞ്ഞിട്ടുണ്ട്. ഈ മാർക്കറ്റ് വാല്യൂ വെച്ചിട്ടാണ് അതിന്റെ ഒരു പ്രൊഡ്യൂസർ പൈസ മുടക്കുന്നത്. അല്ല, ഈ തുല്യവേതനം നടക്കൂടാ. ഇപ്പം ഐടിയില് അല്ലെങ്കിൽ ഗവൺമെന്റില് ഒരേ ജോലി ആയിരിക്കും രണ്ടുപേരും ചെയ്യുന്നത്. അവർക്ക് എന്താണ് ജോലി എന്നുള്ളത് ഇതാവും. പക്ഷെ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ബ്രാൻഡ് വാല്യൂ തന്നെയാണ് കൂടുതൽ അല്ലേ? ബ്രാൻഡ് വാല്യൂ തന്നെയാണ്. ഇപ്പം ഈവൻ ക്രിക്കറ്റ് അല്ലെങ്കിൽ ടെന്നീസ് എല്ലായിടത്തും രണ്ടും ഉണ്ട്, വിമനും ഉണ്ട് മെന്നും ഉണ്ട്. പക്ഷെ വ്യൂവർഷിപ്പ് കൂടുതൽ എപ്പോഴും മെന്നിനായിരിക്കും. അവർക്കായിരിക്കും മിക്കപ്പോഴും ബ്രാൻഡ് വാല്യൂ കൂടുതൽ. അപ്പം അത് പാടാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ, ഒരു ലേഡി സൂപ്പർ സ്റ്റാർ പോലെ അത്രയും മാർക്കറ്റ് ഉള്ള നടിമാര് വരണം. പിന്നെ അല്ലെങ്കിൽ പെണ്ണുങ്ങള് ഗേൾസ് ഫസ്റ്റ് ഡേ എടുത്തും തുടങ്ങണം. ഫസ്റ്റ് ഡേ സിനിമ കാണാനും അവർ കൂടുതൽ നമ്മളെ പോലെ ഈ പയ്യന്മാര് പോലെ അവരും സിനിമ കാണാൻ പോണം. അങ്ങനെയൊക്കെ മാറ്റം വരുള്ളൂ. സ്ത്രീകൾ കാണാൻ പോയാലും അവരും മറ്റേ മമ്മൂട്ടി ഫാൻ മോഹൻലാൽ ഫാൻ എന്ന് പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഈ ലേഡി ആക്ടേഴ്സിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് നിൽക്കണം. അപ്പൊ അവരുടെ ബ്രാൻഡ് വാല്യൂ കൂടിയാലും അവർക്കും ആ ഒരു ഇപ്പം തുല്യവേതനം അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലൊക്കെ അല്ലാതെ. പക്ഷെ ബിഹൈൻഡ് ദ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പം ക്യാമറ അല്ലെങ്കിൽ എഡിറ്റിങ് അങ്ങനത്തെ സാധനത്തിലൊക്കെ ആക്ച്വലി തുല്യവേതനാക്കുന്ന അത് കുഴപ്പമില്ല. ജൂനിയർ ആർട്ടിസ്റ്റിന് സെയിം ആയിരിക്കും. ഈ സ്കിൽ ഇല്ലാത്ത ആക്ട് ഇതുണ്ടല്ലോ, സ്കിൽ എന്ന് പറഞ്ഞു വെച്ചാൽ മറ്റേ ഈ ലൈറ്റ് ബോയ് അങ്ങനത്തെ കുറെ ട്രാൻസ്പോർട്ടേഷൻ അങ്ങനത്തെ കുറെ വർക്കർ ഉണ്ടല്ലോ, അവർക്കൊക്കെ തുല്യവേതനം അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഈ എഡിറ്റിങ്, സിനിമാറ്റോഗ്രാഫി അങ്ങനെയൊക്കെ വലിയ വലിയ ആൾക്കാർ വരുമ്പോൾ അതിനനുസരിച്ച് അവരെ മാർക്കറ്റ് അനുസരിച്ച് പോകൂലേ. സ്വന്തം ഒരു കഴിവ് വെച്ചിട്ട് ചെയ്യുന്നതിനൊക്കെ നമുക്ക് ഈ ഇത് തുല്യവേതനം എന്നുള്ളൊരു സാധനം പാടാണ്. പക്ഷെ എനിക്ക് ബ്രാൻഡ് വാല്യൂ തന്നെയാണ് ഇതില് ഈ ഒരു സിനിമയിൽ വരുന്നത്. കാര്യം ഇപ്പം ചിലപ്പോൾ നയൻതാര ഒന്നുകൂടെ ഒരു സിനിമയ്ക്ക് അഭിനയിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു സ്റ്റാർ അഭിനയിക്കണേക്കാളും കൂടുതലായിരിക്കും നയൻതാരയ്ക്ക് വരുന്നത്. അത് ബ്രാൻഡ് വാല്യൂവിന്റെ ആണ്. മറ്റേ ആ സിനിമയ്ക്ക് ചിലപ്പോൾ നയൻതാരയ്ക്കായിരിക്കും കൂടുതൽ ആയിരിക്കും. അത് ഒബ്വിയസ്ലി നയൻതാരയുടെ ഒരു ബ്രാൻഡിങ് ആണ്. പിന്നെ അതുപോലെ ഇപ്പം ഐശ്വര്യ റായ് വരുവാണെങ്കിൽ പുള്ളിക്കാരിക്കായിരിക്കും ഉറപ്പായിട്ടും. കാര്യം അവർക്ക് അത്രയും ഇതുണ്ട്. ചിലപ്പോൾ ബോളിവുഡിലുള്ള ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് തന്നെയായിരിക്കും ഇവിടുത്തെ കാര്യം ആളിനെക്കാളും കൂടുതൽ കാര്യം. അത് ബ്രാൻഡ് വാല്യൂ ആൾക്കാർ. ഇപ്പം അമിതാഭ് ബച്ചൻ
ഒരു ബ്രാൻഡ് വാല്യൂ ആണ്. തമിഴ്നാട്ടിലൊക്കെ നല്ല സെലക്ട് ചെയ്ത് ബ്രാൻഡ് വാല്യൂ, ഒരു മമതാ ബൈജു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബ്രാൻഡ് വാല്യൂ ആണ്. അവരെക്കാട്ടി എന്ത് മറ്റേ നല്ല അതിനെക്കാട്ടി ഗംഭീരമായിട്ട് അഭിനയിക്കുന്ന നടിമാരും ഉണ്ടല്ലോ. പക്ഷേ ഇത് അങ്ങനെയാണ്, അതിന്റെ ഒരു വർക്കിംഗ് അങ്ങനെയാണ്. ഒരു സിനിമയിൽ ഇപ്പം മമതാ ബൈജു അടുത്ത സിനിമയിൽ അഭിനയിക്കുന്നത് കുറച്ചു പേര് കാണും. ഒരു ആൾക്കാരെ കേറ്റുന്നു, അട്രാക്ട് ചെയ്യുന്നു. ഫസ്റ്റ് ഡേ ഒരു ക്രൗഡ് പുള്ളർ, ഫസ്റ്റ് ഡേ തിയേറ്ററിൽ എത്ര പേരെ നമ്മൾ കൊണ്ടുവന്ന പോലെ ഇരിക്കും അല്ലേ. ഏറ്റവും മോശം പടം ലാലേട്ടൻ അഭിനയിച്ചാലും ചില പടം എന്ന് വെച്ചാൽ നമ്മൾ അണ്ടർ റേറ്റഡ് എന്ന് പറയൂലേ, അത് ഇപ്പൊ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും അങ്ങനെ അണ്ടർ റേറ്റഡ് അങ്ങനെ പറയൂല. കാരണം ഫസ്റ്റ് ഡേ അവര് കുറച്ച് ഒരു സാധാരണ ഓഡിയൻസ് മറ്റേ ഇത് അഭിപ്രായം പറയാനുള്ള ആരെങ്കിലും കാണും, കേറി കാണും. പക്ഷെ അങ്ങനെ വരാറില്ല. ഇപ്പം ഭരതനാട്യം തന്നെ അണ്ടർ റേറ്റഡ് ആയി പിന്നീടല്ലേ കണ്ട. അതിപ്പം വേറൊരു ഇത്തിരി മാർക്കറ്റുള്ള നടനാണ് അഭിനയിച്ചിരുന്നെങ്കിൽ, അതേപോലെ അഭിനയിച്ചിരുന്നെങ്കിൽ അത് നല്ല ഹിറ്റും ആ തിയേറ്ററിൽ തന്നെ ചിലപ്പോ ഹിറ്റായേനെ. പോപ്പുലാരിറ്റി മാറ്റർ ചെയ്യും. എനിക്കാണ് വേറൊരു സാധനമാണ്, യൂട്യൂബിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്, പക്ഷെ അവരുടെ കണ്ടന്റ് ചിലപ്പോൾ അത്ര കിടിലൊന്നും ആയിരിക്കില്ല. പക്ഷെ എന്നാൽ നല്ല വ്യൂസ് ആയിരിക്കും. എന്നാൽ ചെറിയ വ്യൂസ് ഉള്ള കുറെ ആൾക്കാർ നല്ല കിടില സാധനങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളല്ല ഇപ്പൊ നിസ്സാരത്തിലേക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, നിസ്സാരത്തിൽ അവൻ ചെയ്യണേക്കെ ഭയങ്കര കിടില സാധനമുണ്ട്, പക്ഷെ അതിന് വ്യൂവർഷിപ്പ് കുറവാണ് അല്ലേ. ഇപ്പം ഒരു ബ്രാൻഡ് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അവര് ഇവൻ കൊള്ളാം, ഇവൻ കിടിലായിട്ട് ചെയ്യുന്നു, റിസർച്ച് ചെയ്യുന്നു എല്ലാവരും നോക്കണം. അവര് നോക്കണം ആർക്കാണ് പോപ്പുലാരിറ്റി, എവിടെ റീച്ച് കൂടുതൽ കിട്ടുമെന്ന് നോക്കിയിട്ട് അവർക്കല്ലേ കാശ് കൊടുക്കുള്ളൂ. അവർക്ക് അതാണ് ആവശ്യം, അവരുടെ പ്രോഡക്റ്റ് കൂടുതൽ ആൾക്കാരിൽ അറിയുക എന്നുള്ള ഒരു സാധനമാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം നിസ്സാരം സാധനം എന്ന് പറഞ്ഞാൽ അത് ഒരു സയന്റിഫിക് എക്സ്പ്ലനേഷന്റെ ഒരു സംഭവമാണ്. അത് ഒരു റീജിയൻ ലാംഗ്വേജ് ആയതിന്റെ കൂടെ ഒരു പ്രശ്നമാണ്. കാര്യം ഈ ഇംഗ്ലീഷ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ വ്യൂസ് ഒക്കെ ഇതിന് വരും. ഇതിനാകുമ്പോ പിന്നെ ഒരു ഇതൊന്നും ഇല്ലല്ലോ, റീജിയണൽ ബാരിയർ ഒന്നും ഇല്ലല്ലോ ഈ സയന്റിഫിക് സാധനം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ടൈമിന്റെ. അതെ, അപ്പൊ അത് റീജിയണലിന്റെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. പിന്നെ അങ്ങനത്തെ ടൈപ്പ് പ്രോഡക്ട്സ് ആണ് സെല് ചെയ്യുന്നുള്ളവരാണെങ്കിൽ അവരതിൽ പോകും. അല്ല ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആ ഒരു വ്യത്യാസം ഇല്ലേ. ഇപ്പൊ ഒരാൾ വരികയാണെങ്കിൽ അപ്പം മറ്റവർക്ക് മാർക്കറ്റിംഗ് ആണ്, മാർക്കറ്റിംഗ് അല്ലെങ്കിൽ എത്ര പേര് റീച്ച് എത്തും എന്നുള്ളതാണ്. ഒരു പ്രൊഡ്യൂസർ ആണെങ്കിൽ അതല്ലേ നോക്കുള്ളൂ, സെയിം സാധനമായിരിക്കും, ബിസിനസ് ആയിട്ടല്ലേ നോക്കുന്നത്. അതെ, ഒരു കൂടുതൽ പ്രോഫിറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് അതാണ് ചെയ്യാൻ കൊടുക്കുള്ളൂ. അപ്പോഴിപ്പോ ബ്രാൻഡ് വാല്യൂവിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ബ്യൂട്ടി വ്ളോഗേഴ്സിന്റെ ഒരു കുറെ ഇത് സാധനങ്ങൾ ചർച്ചാ വിഷയമായിട്ട് വരുന്നുണ്ട്. ഉണ്ണി വ്ളോഗ്സ് അതിനെതിരെ രൂക്ഷമായിട്ട് വിമർശിച്ചു. എനിക്ക് തോന്നുന്നു മറ്റേ കുറച്ച് ഈ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ കമന്റ്സും വന്നു തുടങ്ങി. നിങ്ങള് ഫേക്ക് എന്ന് വെച്ചാൽ ഇവര് ചുമ്മാ അങ്ങ് തള്ളിവിടുക, റിസൾട്ടൊക്കെ ചുമ്മാ അങ്ങ് തള്ളിവിടുക എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാനത് ഇപ്പോഴല്ല, പക്ഷെ പണ്ട് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ബ്ലൂടൂത്ത് അയണൊക്കെ ഇല്ലേ, ബ്ലൂടൂത്ത് അയണൊക്കെ ഒരുപാട് ആൾക്കാർ ഇത് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അത് കണ്ടിട്ട് ഞാൻ തന്നെ പേഴ്സണലി കണ്ടിട്ടുണ്ട് ആൾക്കാർ വാങ്ങണത്. ഞാൻ തന്നെ ഞാൻ പ്രതീക്ഷിച്ചു. അല്ല ഞാൻ കണ്ടിട്ടുണ്ട്, ആൾക്കാര് വാങ്ങാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അത് അവര് നോക്കുമ്പോഴത്തേക്ക് അവര് ഇങ്ങനെയുള്ള ആൾക്കാർ വാങ്ങിച്ച് കഴിക്കുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോ ഒരു 100 പേര് കാണുമ്പോൾ ഇഷ്ടമുള്ള ഒരു ഓഡിയൻസിൽ കുറച്ച് പേർക്കെങ്കിലും ഒരു തോന്നും ഇവര് ചെയ്യുന്നില്ല, അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. പിന്നെ അവര് തന്നെ പറയുന്നുണ്ട് ഞാൻ കൺസ്യൂം ചെയ്യുമെന്ന് പറയും. സത്യം പറഞ്ഞാൽ അവരൊന്നും ഉപയോഗിക്കുകയൊന്നുമില്ല ഈ സാധനങ്ങളൊന്നും. ഇപ്പൊ നമുക്ക് പണ്ട് വന്നിട്ടില്ലേ ചിലത് സ്കിൻ ബ്രൈറ്റനിങ് എന്നും പറഞ്ഞൊരു സാധനം. അല്ല അന്ന് ഭയങ്കര കൂടുതലായിരുന്നു നമ്മള്. അതുകൊണ്ടൊന്നും മയത്തില് നമ്മളിപ്പോ പറയുന്നത് നമ്മള് മറ്റേ ബിയർഡ് ഓയില് ഇങ്ങനെ തേച്ച് ഒരു ഫസ്റ്റ് പോഡ്കാസ്റ്റ് ആദ്യ കാലത്ത് നമ്മള് കോവിഡ് ഷാമ്പു ഉണ്ട്, ഓയിലുണ്ട്, ലോക്ക്ഡൌൺ ടൈമിൽ കിടക്കായിരുന്നു. അപ്പോഴായിരുന്നു ഇതെല്ലാം കൊണ്ടുവരണം. അപ്പോഴും നമ്മളിങ്ങനെ ഓയിൽ ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് ഓയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇത് എന്താണ് വളർന്നു കഴിഞ്ഞാൽ ഇവിടെ തേച്ച് കഴിഞ്ഞാൽ തഴച്ചു വളരും അല്ലേ. തഴച്ചു വരുമെന്ന് പറഞ്ഞാൽ ബിയർഡ് ഓയിൽ സംഭവം ഇതിനാണ്, ഒതുക്കാനാണ്. ഞാൻ അത് കൊണ്ടുപോയി കുറച്ചാൽ ഒതുക്കിയായിരുന്നു, പക്ഷെ വലുതായിട്ട് ഒതുക്കിയില്ല. അത് ഒതുക്കാനല്ലേ, മറ്റേ കരടി അതുപോലത്തെ ഒരു സാധനമായിരുന്നു. എനിക്ക് വന്നത് കണ്ട അതെ 3 വർഷമായാലും അവന് റിസൾട്ട് ഉണ്ട്.
അല്ലടാ, നമ്മൾ ചെയ്യാത്തൊരു സാധനം ഉണ്ടായിരുന്നു. ഒരെണ്ണം ഫേസ് ബ്രൈറ്റ് ആക്കുമെന്ന് പറഞ്ഞ് ഒരു സാധനം വന്നിട്ടുണ്ട് നമുക്ക്. വന്നിട്ട് നമ്മളത് പറഞ്ഞ് അത് ശരിയാവൂല എന്ന് പറഞ്ഞ് എടുക്കാത്തൊരു സാധനമുണ്ട്. കാര്യം അവര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ഇത് തരും, ഒരു സ്ക്രിപ്റ്റ് അവർ തന്നെ തരും. ഞാനിത് ഇത്ര നാളായിട്ട് ഉപയോഗിക്കുന്നു, മറ്റേ ഇതില് പറയൂലേ ഞാനിത് ഇത്ര നാളായിട്ട് ഉപയോഗിക്കുന്നു, ഇപ്പൊ എന്റെ റിസൾട്ട് കണ്ടോന്ന് പറഞ്ഞിട്ട് ഫിൽറ്റർ ഇട്ട് കൊടുക്കാം. അതെയല്ല ഇപ്പൊ നോക്കൂ, ആ ഒരു സെറ്റപ്പ് ആയിരുന്നു ആ സ്ക്രിപ്റ്റ്. അവര് പറഞ്ഞത് ഇത് ഉപയോഗിച്ച് ബിഫോർ മറ്റേ ആഫ്റ്ററിൽ അവർ കുറച്ച് ഇത് ബ്രൈറ്റ്നസ് കൂട്ടിയിട്ട് അത് കുഴപ്പമില്ല, കുറച്ച് 2 ടോൺ ഒന്ന് മാറ്റിയതെന്നും പറഞ്ഞാണ് നമുക്ക് പറഞ്ഞത്. അത് എടുത്ത് എത്ര പേര് കാണും? ഇപ്പൊ നമ്മൾ അപ്രോച്ച് ചെയ്തെങ്കിൽ അതേപോലെ എത്ര പേര് അവർ അപ്രോച്ച് ചെയ്ത് കാണും? അല്ലെ ബ്യൂട്ടി വ്ളോഗേഴ്സ് ഇല്ലേ, നമ്മളത് ആക്ച്വലി പോഡ്കാസ്റ്റ് ആയിരുന്നു. ബ്യൂട്ടി വ്ളോഗേഴ്സിന്റെ സംഭവം ഇതാണല്ലോ, മെയിൻ പരിപാടി ഇതാണല്ലോ. നമ്മളെന്ന് വെച്ചാൽ ഈ ബ്യൂട്ടി വ്ളോഗേഴ്സ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് അവരെ ഓഡിയൻസ് വേറെയാണ്. അപ്പോഴവർക്ക് കൺവേർഷൻ റേറ്റ് എന്ന് പറയുമ്പോൾ അത്രയും കൂടുതലായിരിക്കും. ഇത് ഇത്രയും വാങ്ങുന്നതും കൺസ്യൂം ചെയ്യണതും ആൾക്കാർ കൂടുതലായിരിക്കും. നമ്മളതും കുറവായിരിക്കും അല്ലേ, നമ്മുടെ അത്ര കാണാൻ സാധ്യതയില്ല. അവര് പിന്നെ മെജോറിറ്റി ഇപ്പൊ ഇങ്ങനത്തെ ഈ ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ ഈ അപ്രോച്ച് ചെയ്യുന്നത് മിക്കവരും ബ്യൂട്ടി വ്ളോഗേഴ്സിനെ തന്നെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മളധികം അങ്ങനെ അപ്രോച്ച് ചെയ്യില്ല. അതിൽ ഒന്നാമത് ആണുങ്ങളാണ് സെല് ചെയ്യാൻ പറ്റണതെന്ന് പറഞ്ഞാൽ ഈ താടി, ചിലപ്പോ സ്കിൻ ബ്രൈറ്റനിങ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാത്രമേ പറ്റൂ. മറ്റേ ഇവർക്കാണെങ്കിൽ ലിപ്സ്റ്റിക്ക്, പിന്നെ കുറെ സാധനങ്ങളുണ്ടല്ലോ, അതെല്ലാം അപ്രോച്ച് സിറം അതെല്ലാം അപ്രോച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഇവര് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് യൂസ് ചെയ്തെന്ന് പറഞ്ഞൊരു ഫോൾസ് സാധനം കൊടുക്കും, ഒരു ഫോൾസ് എന്താ പ്രോമിസസ് കൊടുക്കും. ഞാൻ ഇത്രയും നാളായിട്ട് അതിനെ കുറച്ചും കൂടി എൻഡോഴ്സ് ചെയ്യും, ഞാനിത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, കുറെ നാളായിട്ട് ഞാനിത് യൂസ് ചെയ്യാണ്, ഇത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് അടുത്തേലൊന്ന് ഈ ആൾക്കാർക്ക് ഇപ്പം ഈ വ്ളോഗേഴ്സ് ഇപ്പം നമ്മൾ തന്നെ കണ്ടിട്ട് കമന്റ്സിലൊക്കെ കണ്ടിട്ട് നമ്മൾ ഒരാളെ പോലെയാണ് അവര് കാണുന്നത്, അവരെ ഫാമിലിയിലുള്ള ഒരാളെ പോലെയാണ് നമ്മുടെ അടുത്ത് കാണുന്നത്. നമുക്ക് അവരെ അറിഞ്ഞുകൂടായിരിക്കും, പക്ഷെ നമ്മൾ അവർക്ക് ഭയങ്കരമായിട്ട് അറിയായിരിക്കും. ശരിയാണ്. അപ്പം പുറത്തുനിന്ന് കണ്ടാൽ അവർക്ക് അങ്ങനെ ഒരു ഇത് തോന്നൂല. അവർക്ക് നമ്മളെ കുറിച്ച് തോന്നണ ഒരു ഫ്രണ്ട് ആയിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്, ഫാമിലി ആയിട്ട് തോന്നണവരുണ്ട്. അപ്പൊ അതേപോലെ ഈ ബ്യൂട്ടി വ്ളോഗേഴ്സിന്റെ ആയാലും കാണുന്നവര് അത്ര വിശ്വാസത്തോടു കൂടിയായിരിക്കും അവരും ചിലപ്പോ അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷെ ഇതൊരു മോണിറ്ററി ബെനിഫിറ്റ് എന്നുള്ള രീതിക്കാണ് തന്നെ. ഓവർ കൺസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സംഭവം ഈ ഒരു ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോഴ് എത്ര നാള് അവര് ആഴ്ച തോറും ലിപ്സ്റ്റിക് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നാല് ഇതിപ്പം നമ്മള് വാങ്ങാൻ തോന്നാത്ത ഒരാൾക്കാണെങ്കിലും വാങ്ങാൻ തോന്നും. അയ്യോ ഞാൻ ഇത് വാങ്ങിയില്ലല്ലോ, ഇതും കൂടെ വാങ്ങാന്ന് പറഞ്ഞു അങ്ങ് വാങ്ങും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിന്. പിന്നെ ഇതേപോലെ ഈ ഗ്ലൂട്ടാത്തയോൺ ഇഞ്ചക്ഷൻ, ഗ്ലൂട്ടാത്തയോൺ ട്രീറ്റ്മെന്റ്, അതിങ്ങനെ പറഞ്ഞിങ്ങനെ ഇഞ്ചക്ഷനും ട്രീറ്റ്മെന്റും അല്ല, ഇപ്പൊ വേറെ സാധനം ഉണ്ട്. മറ്റേ നമ്മള് ഫാസ്റ്റിനപ്പിന്റെ ഒക്കെ ഇത് കിട്ടൂലേ, എനർജി ഡ്രിങ്ക് പോലത്തെ എഫർവെസൻ സാധനം ഇല്ലേ, ഗുളിക, ആ സാധനമൊക്കെയാണ് ഇപ്പം ചെയ്യണത്. അതായത് നിങ്ങൾ വെള്ളത്തിലിട്ടിട്ട് കുടിക്കുക, അതൊക്കെയാണ് കൂടുതൽ കാര്യം. മറ്റേതാണെങ്കിൽ ഒരു ക്ലിനിക്കിൽ പോകണം, അല്ലെങ്കിൽ ആൾക്കാർ കുറച്ചുകൂടി പേടി തോന്നും. ഇത് ഭയങ്കര കൺവീനിയന്റ് അല്ലേ, മറ്റേ ഗ്യാസ് വരുമ്പോഴത്തേക്കും മറ്റേ യുനോ എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് കുടിക്കും പോലെയാണ് ഈ സാധനം കുടിച്ചോണ്ടിരിക്കുന്നത്. മറ്റേ ഇഞ്ചക്ഷൻ ഒക്കെ ഇല്ലേ, ശരി പേടിയൊക്കെ വരും. അല്ല കുത്തിവെക്കണേല് നമുക്ക് എപ്പോഴും ഒരു പേടി ഉണ്ടാവും. പക്ഷെ ഇത് അതുപോലെ അത്രയും സിമ്പിളായി. അപ്പം അങ്ങനെ ഒരു മാർക്കറ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ കുഴപ്പമില്ല, ഇങ്ങനത്തെ ഒരു സാധനമല്ലേ, വാങ്ങിച്ച് കഴിച്ചു നോക്കാന്നും പറഞ്ഞ് കഴിക്കും. ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അതൊന്നും ചെക്കും ചെയ്യൂലെന്ന് തോന്നുന്നു. ഇവര് ചെയ്യണോണ്ട് ഇവര് പറഞ്ഞു കൊടുക്കാറില്ല ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഒന്നും. ഇല്ല, ചിലപ്പോ ഇത് സേഫ് ആയിരിക്കാം. അതിപ്പോ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ അടുത്ത് പോയി ഈ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോ ഇത് കഴിക്കുന്നത്. അങ്ങനെയും കാണാം. ഈ ക്രിയേറ്റേഴ്സ് അവരങ്ങനെ ആയിരിക്കും, അവർ ഈ പ്രോഡക്റ്റ് ആയിരിക്കില്ല യൂസ് ചെയ്യണത്. അവര് ചിലപ്പോ ഈ സെയിം സാധനം ചെയ്യും, പക്ഷെ ഡോക്ടറിനെ കണ്ടിട്ടായിരിക്കും. എന്നിട്ട് ആൾക്കാർക്ക് ഇത് കൊടുക്കും അല്ലേ? അല്ല, ഞാൻ ഇത് കുറച്ച് കമന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. സംഭവം ഇവര് ഈ ഡോക്ടറിനെ പോയി കണ്ടിട്ടാണ് ഇവർ ഇത്രയും ഇതായിട്ട് സ്കിന്നൊക്കെ ഇത്രയും ഇതായിട്ട് ഇരിക്കുന്നതെന്നുള്ള രീതിയിൽ കമന്റ്സ് കണ്ടിട്ടുണ്ട്. ഈ പ്രോഡക്ട്സ് അല്ല, കൂടുതലും ഈ ഡോക്ടറിനെ കണ്ടിട്ടാണ് കാര്യം ട്രീറ്റ്മെന്റ് ചെയ്ത്. കൊറേയൊക്കെ ഈ ഇവര് സ്പെഷ്യൽ അവര് പേഴ്സണലായിട്ട് പോയി ട്രീറ്റ് ചെയ്താലേ ചിലരുടെ സ്കിന്നൊക്കെ, എല്ലാവരുടെ സ്കിന്നും അങ്ങനെയാണ്. ഇപ്പൊ ശ്രീ ദാസൻ കഴിക്കുന്ന സാധനം കഴിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് മാറത്തില്ല, അത് പേഴ്സണൽ സാധനം. നമ്മള് ഇപ്പം ലിവറിന്റെ ഇതാണല്ലോ, ലിവർ കുറച്ച് ഫാറ്റി ലിവർ കഴിയുമ്പോൾ നമ്മളെ സ്കിന്നൊക്കെ മാറുമെന്നാണ് പറയണത് അല്ലേ, സ്കിന്ന് ക്ലിയർ ആവുമെന്നാണ് പറയുന്നത്. ഈവൻ ഷുഗർ കുറച്ച് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ ഭയങ്കരമായിട്ട് ഇത് വരുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്.
ഇന്നലെ എന്തുമാത്രം ബട്ടർ പെൻ എന്റെ സ്കിൻ എന്റെ സ്കിൻ എന്തായാലും 2 വർഷത്തേക്ക് എന്തായാലും ഒന്നും ആവില്ല. ഫുൾ എണ്ണ കയറി അടഞ്ഞിരിക്കുക. അപ്പൊ പറഞ്ഞു വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഈ പറയുന്ന കണക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ടായിരിക്കും ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ അതും കണ്ടിട്ട് എല്ലാരും കൂടെ ഓടിപ്പോയി ഇവർ പറയുന്നത് പ്രൊമോട്ട് ചെയ്യുന്നത് വാങ്ങരുത്, അവര് റിസർച്ച് ഒക്കെ ചെയ്യണം. ഉണ്ണി വ്ളോഗ്സിന്റെ ഇതെന്തായിരുന്നു? ഉണ്ണി വ്ളോഗ്സിന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണി വ്ളോഗ്സ് ഇത്തിരി രൂക്ഷമായിട്ട് ഗഗനമായിട്ട് അത് പഠിച്ചു കേട്ടാ. എന്നുവെച്ചാൽ ഇപ്പൊ നമ്മള് അങ്ങനത്തെ ബ്യൂട്ടി വ്ളോഗേഴ്സിന്റെ വ്ളോഗൊന്നും അങ്ങനെ എടുത്ത് കാണൂലല്ലോ. പുള്ളി എല്ലാം എടുത്ത് ഒരുപാട് കണ്ട് അതിനെ കുറിച്ച് നോക്കി അവര് ഈ ഫിൽറ്റർ ഇടണതും ഇപ്പം ഒരു ടൈമിൽ എന്റെ പാടൊക്കെ മാറി എന്നിട്ട് സെറം തേച്ച് കുറച്ച് കഴിഞ്ഞപ്പം എന്നിട്ട് ബ്രൈറ്റ്നെസ് മാറ്റിയിട്ടും ഫിൽറ്റർ ഇട്ടിട്ടും മൂക്കുത്തി എന്തോ ബ്രൈറ്റ് ആയിട്ട് ഇരുന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ മൂക്കുത്തി മാത്രം ഡീകോഡിങ് എന്ന് വെച്ചാൽ ഇത് ഫിൽറ്റർ ആണെന്ന് അറിയിക്കാനുള്ള ഒരു സാധനം. അങ്ങനെ ഒരു സാധനം അങ്ങനെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. അല്ലടാ, ഈ പല ആൾക്കാർക്കും സ്കിന്നിന് ചില ഇഷ്യൂസ് ഒക്കെ കാണും. അതായത് ചിലർക്ക് ഇപ്പൊ ഡ്രൈ ആയിട്ട് ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ ആക്കുമ്പോൾ തന്നെ എനിക്ക് ചിലപ്പോൾ വരാറുണ്ട്. അപ്പൊ അവർക്കത് മാറ്റണമെന്നൊക്കെ നോക്കിയിരിക്കുമ്പോഴായിരിക്കും ഇതുപോലത്തെ ഒരു സാധനം കാണാം. അപ്പൊ ഈസി ആണല്ലോ, ഒരു ഡോക്ടറെ പോലും കാണണ്ടെന്ന് പറഞ്ഞ് ഇത് വാങ്ങിച്ചങ്ങ് ഇടും. അല്ല, ഡോക്ടറിനെ പോയി കാണുക എന്ന് പറയുന്നത് ചിലർക്ക് ബുദ്ധിമുട്ടാണ്. വീട്ടിലിരുന്ന് തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യാന്നുള്ള ഒരു സംഭവം ഉണ്ട്. ഒറ്റമൂലി കൺവീനിയൻസ്. അതിനെ കുറെ യൂട്യൂബേഴ്സ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. ഈ ഇത് തന്നെ നമ്മുടെ ആരോഗ്യം ഹെൽത്തിന്റെ സാധനങ്ങളുണ്ടല്ലോ, കുറച്ച് ഈ ആരോഗ്യ മാസിക, ഹെൽത്തിന്റെ യൂട്യൂബ് സാധനം ഇല്ലേ, ടിപ്പ് ഡോക്ടർമാര്, കുറച്ച് ഡോക്ടർമാരുണ്ടല്ലോ, അവര് മറ്റേ ഈ മിക്കതും ഹോമിയോപ്പതിയും ആയുർവേദവും അല്ലെങ്കിൽ അങ്ങനത്തെ ആയുഷ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പൊ അവര് അലോപ്പതിയിലും ഉണ്ട്. അപ്പൊ അവര് ഈ ഒറ്റമൂലി സാധനങ്ങൾ മിക്കതും പറയും. ഈ വെളുത്തുള്ളി കഴിച്ചാൽ മതി, അല്ലെങ്കിൽ മഞ്ഞൾ കഴിച്ചാൽ മതി. എന്താണ് അസുഖം എന്നുള്ളത് പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്യൂല. ഞാൻ പറഞ്ഞ അതല്ല, അലോപ്പതി ഡോക്ടേഴ്സ് തന്നെ വന്നിരുന്നിട്ട് വേറെ കുറെ കാര്യങ്ങൾ പറയും. അത് പറയുമ്പോൾ വേറെ ഡോക്ടർ ഇതല്ല കറക്റ്റ്, ഇതാണ് കറക്റ്റ് എന്ന് പറയും. അങ്ങനെയും ഒരു ഈ യൂണിവേഴ്സിറ്റി അടിയിലക്കാരുണ്ട്. ചിലർ പറയും നിങ്ങൾ ഇത് കഴിച്ചോ, നിങ്ങൾക്ക് ഒരു പ്രശ്നവും പറ്റൂല. അവർ ഇത് കഴിക്കരുത്. ചിലർ പറയും 6 മണിക്ക് ശേഷം ഫുഡ് കഴിക്കരുത്. ചിലർ 6 മണിക്ക് ശേഷമേ കഴിക്കാവൂ. അങ്ങനെ അടിയുണ്ട്. അല്ല, നമ്മളതിൽ മുമ്പ് ഒരു ഡോക്ടർ വന്നിട്ടുണ്ടല്ലോ, ഡോക്ടർ സോണി. പുള്ളിക്കാരി അന്ന് നന്നായിട്ട് പറഞ്ഞു തന്നു ഇതൊക്കെ എന്താണ് സംഭവം എന്നുള്ളത്. അപ്പൊ അതുപോലെ ഏതെങ്കിലും ഒരു ഡോക്ടറെ അടുത്ത് പോയി അവര് നമ്മളെ കേൾക്കും എന്താണ് നമ്മളുടെ, ഇപ്പൊ നീ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഇഷ്യൂ ചിലപ്പം ഓരോരുത്തരുടെ സ്കിന്ന് ഓരോ ടൈപ്പ് അല്ലേ, അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം ട്രീറ്റ് ചെയ്യാനുള്ളത്. അന്നാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഹെയർ ട്രാൻസ്പ്ലാന്റിന്റെ സംഭവങ്ങളാണ് പുള്ളിക്കാരി കൂടുതലാണ് പറഞ്ഞത്. അപ്പൊ അതാണെങ്കിൽ തന്നെ ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളാണല്ലോ തലയിരിക്കുന്നത്. അത് പോയി പേഴ്സണലി പോയി ഇത് ചെയ്യുക. നമ്മൾ എങ്ങനെ എത്ര ഡോണർ ഏരിയ ഉണ്ട് അതൊക്കെ കൺസൾട്ട് ചെയ്താലേ ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഇൻഫ്ലുവൻസേഴ്സ് ഇങ്ങനെ മാറ്റം വന്നെന്ന് തോന്നിക്കണം, അവരും ഇതേപോലെ അവർക്ക് ഇതേപോലെ കൺസൾട്ടേഷനും സെക്ഷൻസ് ഒക്കെ ഒരുപാട് കാണും. ഈ ഇങ്ങനത്തെ ഈ ഡെർമറ്റോളജിനും കാണുന്നതും ഹെയറിന്റെ കെയറും അങ്ങനെ ഒരുപാട് കാര്യങ്ങളും PRP അങ്ങനെയൊക്കെ ആയിരിക്കും കാണുന്നത്. പക്ഷെ അതൊന്നും നമ്മൾ കാണൂല. നമ്മൾ കാണുന്നത് ഷാമ്പു തേച്ചിട്ട് ആഫ്റ്റർ ആൻഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ആണ് കാണുന്നത്. അപ്പോഴ് എല്ലാരും ഇത് ചെയ്തല്ലോ എങ്കിൽ ഇത് വാങ്ങണമല്ലോ എന്ന് വിചാരിക്കും, ഡോക്ടറിനെ കാണാതെ മരുന്ന് കഴിക്കാതെ. ഇപ്പം മരുന്ന് കഴിക്കുന്നത് ഒരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഒരു വിചാരം ഉണ്ട്. എന്ന് വെച്ചാൽ എന്തെങ്കിലും സംഭവം പറ്റുമോ എന്നൊരു ഒരു പേടിയുണ്ട്. നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് എന്ത് അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല, അകത്ത് കഴിക്കുമ്പോൾ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു ഡോക്ടറിനെ കാണാതിരിക്കണവരും ഉണ്ട്. ഡോക്ടറിനെ കാണാതിരിക്കുന്നവരാണ് മെയിൻ ടാർഗറ്റ്. ഇങ്ങനെയുള്ള ഇപ്പം ഇങ്ങനെ വീഡിയോസ് ഇടുന്നവരായാലും അവർക്കൊരു മെയിൻ ഇത് ഡോക്ടറിനെ കാണാതിരിക്കും. ഇത് അകത്ത് കഴിക്കാനും പ്രൊമോട്ട് ചെയ്യണമുണ്ട്. ചുമ്മാ അകത്ത് കഴിക്കാൻ നമ്മള് ശരീരത്തെ അകത്ത് കഴിക്കുന്നത് ഒരാൾ പ്രൊമോട്ട് ചെയ്തും പരസ്യം കണ്ട് മാത്രം ചെയ്യരുത്. അത് ഭയങ്കര അപകടമാണ്. അത് ചില സാധനങ്ങൾ തന്നെ ഇപ്പം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇഞ്ചി അങ്ങനത്തെ സാധനം കൂടുതലൊക്കെ കഴിക്കാൻ ഓവർ കൺസംഷനും നമുക്ക് പ്രശ്നമാണ്. നെല്ലിക്ക മാത്രം അടിച്ചു കുടിക്കുക, ദിവസം തോറും നെല്ലിക്ക മാത്രം അടിച്ചു കുടിക്കണത് പ്രശ്നമാണെന്ന് ലിവറൊക്കെ അടിച്ചു. നമുക്ക് വൈറ്റമിൻ അത്ര കൂടുതൽ ABC ജ്യൂസ് തന്നെ സ്ഥിരം കുടിക്കണതും നല്ലതല്ലെന്ന്. വൈറ്റമിൻ കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്, വൈറ്റമിൻ ടോക്സിക് ആവും. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മള് ഇപ്പം സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മള് പണ്ട് വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. വീട്ടില് ഈ അച്ചടിച്ച് മറ്റേ ഇത് പത്രത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരി, അങ്ങനെ ഒരു സംഭവം എന്തോ അവിടെ എന്തെങ്കിലും പത്രത്തിലോ ആരോഗ്യമാസിലോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മറ്റേ ബാക്കിലുള്ള ചെടിയോ എന്തെങ്കിലും വെച്ചിട്ട് തോരൻ വെക്കും. അങ്ങനെ ഒരു സ്ഥിരം പരിപാടി ഉണ്ട്. അപ്പോഴേ ഇത് ഏതോ എന്തിനാ ഒരു ചീര അങ്ങനെ പറഞ്ഞിട്ട് ആഫ്രിക്കൻ ചീര പഴയ അത് തന്നെ അങ്ങനെയൊക്കെ കൊണ്ട് ഇത് മറ്റതാണ്. അല്ല പിന്നെ അതേപോലെ ഈ മഷ്റൂം ഇല്ലേ, മഷ്റൂം എന്റെ വീട്ടില് എന്റെ പറയില് മഷ്റൂം എന്തോ ഭയങ്കര ഗുണമാണെന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോയി വീട്ടിൽ നിന്ന് തന്നെ ബാക്കി നിന്നിട്ട് കഴിച്ച് കടന്നു. വിഷമുള്ളതും ഇല്ലാത്തതുണ്ട്. അത് വിഷമുള്ളത് നമ്മള് അങ്ങനെ അതൊരു കൊമേഴ്ഷ്യൽ ആയിട്ട് അവര് വിൽക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ വളർത്തി വിൽക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് വാങ്ങിച്ചാൽ കഴിച്ചാൽ മതി. എവിടെയെങ്കിലും കണ്ടിട്ട് പത്രത്തിലൊക്കെ ഉണ്ട്, ചെറിയൊരു ഇതിൽ എഴുതിയേക്കും മറ്റേ രാവിലെ ഇത് കഴിച്ചാൽ മതി തടി കുറയും. പത്രമല്ലല്ലോ, യൂട്യൂബ് അല്ലേ. പത്രത്തില് ഈ സ്ഥിരം വരുമായിരുന്നു ഇത് കഴിച്ചു കഴിഞ്ഞാൽ. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, യൂട്യൂബിൽ ഇപ്പൊ കുറെ ഉണ്ടല്ലോ, ഭയങ്കര പാടാ. ഇടയ്ക്ക് എനിക്ക് വിഘ്നേഷ് ഒരു സാധനം വാങ്ങിച്ചു തന്നു. ഞാൻ ഇവിടെ മുറിഞ്ഞിട്ട് ഒരു പാട് വന്നു എനിക്ക് മുഖത്ത്. അപ്പൊ വിഘ്നേഷ് ഒരു സാധനമായിട്ട് എനിക്ക് കൊണ്ടുതന്നു, എന്തോ ഒരു വൈറ്റമിന്റെ ഒരു സെറം. മാറിയടാ, താങ്ക്സ് വിഘ്നേഷ്. അതിന്റെ ലിങ്ക് നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യാം. ഞാൻ വീട്ടിൽ പോയി നോക്കട്ടെ. അത് എനിക്ക് വിഘ്നേഷ് ചോദിച്ചിട്ടുണ്ടല്ലോ ഒരു ദിവസം വാങ്ങിച്ചിട്ടാ ഇത് ഇട്ട് നോക്കുന്നുണ്ടോ, പിന്നെ വാങ്ങിച്ചോണ്ട് വന്നു. പിന്നെ വേറൊരു സാധനം കമ്മീഷൻ ബേസിനും കാണൂടാ. കാരണം ഓരോ പ്രോഡക്റ്റ് ഇവരെ വിറ്റ് പോകുമ്പോഴ് ആ പ്രോഡക്റ്റ് ലിങ്ക് അനുസരിച്ചിട്ട് കമ്മീഷൻ കിട്ടും. അല്ല അത് മറ്റേ ഇതുണ്ട്, ഈ മൊബൈൽ ടെക്കില്ലേ, ടെക്ക് സംഭവമില്ലേ, അതില് മറ്റേ ഒരു ബ്രോ ഉണ്ട് പ്രതാപ് ജി ടെക്. അപ്പൊ അങ്ങനെ എല്ലാ തവണയും വന്നിട്ട് ഈ മാസം ആരും വാങ്ങിക്കരുത്, അടുത്ത മാസം കുറച്ച് ഓഫർ ആയിരുന്നു. അങ്ങനെ എല്ലാ മാസവും ഇത് തന്നെ പറയേ. അപ്പൊ ഇങ്ങനെ 3 വർഷം മുന്നേ കണ്ട കമന്റ്സിലാണ് 3 വർഷം മുന്നേ കണ്ട ഫോൺ എടുക്കണമെന്ന് വിചാരിച്ചു, ഇതുവരെ എടുക്കാൻ പറ്റില്ല. താങ്ക്സ് പ്രതാപ് ജി. അതുപോലെ ഇത് കാണുന്ന ആൾക്കാരുണ്ട് മനസ്സിലാക്കണം, ഇത് അവര് പരസ്യത്തിന് വേണ്ടിയാണെന്നുള്ളത്. ഇപ്പൊ നമ്മള് ടിവിയിൽ കാണുമ്പോഴത്തേക്കും കാണൂലേ, ബോളിവുഡിലേക്ക് നടന്മാര് സോപ്പ് തേക്കണം 10 രൂപയ്ക്കുള്ള, അവന്മാരത് തേക്കുമെന്ന് തോന്നണുണ്ടോ? ഒരിക്കലും ഇല്ല, അവര് തേക്കൂല. പണ്ട് മമ്മൂട്ടിക്ക് ഈ സൗന്ദര്യം ഇന്ദുലേഖര സോപ്പ് സൗന്ദര്യം നിങ്ങളെ തേടി പക്ഷെ തേടി എത്താത്തതുകൊണ്ട് കേസായി. അയാളെ ജയിച്ചു, കേസെടുത്താലെ ജയിച്ചു. ഇത് കണ്ടിട്ട് തേച്ച് കുളിച്ച ആൾക്ക് സൗന്ദര്യം തേടി. ഇതേപോലെ ഈ ടാഗ് ലൈനൊക്കെ വെച്ച് ഒരുപാട് കേസ് പോയിട്ടുണ്ട്. ഇപ്പൊ എല്ലാരും ഇങ്ങനെ അടിയിൽ എഴുതിക്കാം സർഗാത്മകമായ ചിത്രീകരണം എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അല്ല, അവരത് പിന്നെ ഒരു ആർട്ട് ഫിലിമാണ്. അവര് ഇത് സ്ക്രിപ്റ്റഡ് ആയിട്ട് ഫിലിമായിട്ട്. പക്ഷെ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ജീവിതത്തിലെ ഒരു ഭാഗം പോലെയാണ് നമ്മൾ കാണിക്കുന്നത്. പക്ഷെ യൂട്യൂബില് ഇതുണ്ട്, ഈ പ്രൊമോഷൻ സാധനങ്ങള് പ്രൊമോഷൻ ആണെന്ന് അല്ല ഇതിൽ ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് യൂട്യൂബിൽ. അത് ഓണാക്കി ഇടേണ്ടതാണ്, പക്ഷെ ആരും അങ്ങനെ ചെയ്യൂല. 2021 എന്തോ ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ നിയമം വന്നിട്ടുണ്ട്, തന്നെ പറയണമെന്നൊരു നിയമം കാണിക്കുമല്ലോ. അത് നമ്മള് ചൂസ് ചെയ്യണം, അത് പ്രൊമോഷൻ ആണെന്നുള്ള സാധനം. ഡിസ്ക്ലൈമർ കൊടുത്താലും മതി. അല്ല ഈ ഇവര് തന്നെ ഈ പ്രൊമോഷൻ കൊടുക്കുന്ന ആൾക്കാരും ഇല്ലേ, ഇവര് ഇന്റഗ്രേഷൻ എന്നും പറഞ്ഞിട്ടേ ചിലപ്പോ ഇങ്ങനെ കൊറേ ഫ്ലോയിൽ തന്നെ പോണെന്നുള്ള രീതിയിൽ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യണല്ലോ. കൊറേ ബുള്ളറ്റ് പോയിന്റ്സ് തരും, സ്ക്രിപ്റ്റ് അവര് തന്നെ തരും. സ്ക്രിപ്റ്റ് തരുമ്പോ ആ ഒരു പോയിന്റ് എന്തായാലും ആഡ് ചെയ്താലേ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് ചിലപ്പം അത് ആഡ് ചെയ്താൽ ഒരു പ്രശ്നം എത്തിക്കലല്ലെന്ന് വെച്ചു, പക്ഷെ അത് ആഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ അവർ റിജക്ട് ചെയ്യും, ഇതുകൂടെ ആഡ് ചെയ്യാത്ത. അപ്പൊ വീണ്ടും റീടേക്ക് എടുത്ത് വീണ്ടും ചെയ്യണം. കാരണം ഒരു ബ്രാൻഡിന് ഇപ്പൊ നമ്മളെ പൈസ തരണമെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുത്താലല്ലേ പറ്റുള്ളൂ. കാരണം യൂട്യൂബിൽ കുറെ യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കുണ്ട്. അവര് അങ്ങനെ യൂട്യൂബ് നമ്മളെ മാത്രം ഇയാള് മാത്രമേ അങ്ങനെയല്ല. അവര് പറഞ്ഞ അനുസരിച്ച് ചെയ്യാൻ എത്രയോ ആൾക്കാരുണ്ട്, എത്രയോ 100 കേസ് ഉണ്ട്, 500 കേസ് ഉണ്ട്, മില്യൺ ഉണ്ട്. നമുക്ക് പിന്നെ അങ്ങനെ ഒരു പ്രശ്നം അങ്ങനെ വരാറില്ല. നമ്മളാണെങ്കിൽ ഇപ്പൊ പ്രൊമോട്ട് ചെയ്താലും അല്ല, അതില് മെയിലൊക്കെ ഉണ്ടാടാ, 1 വിന്ന് അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ വരാറുണ്ട്. പിന്നെ ജ്യോതിഷം അതൊക്കെ ഉണ്ടായിരുന്നു.
അതൊക്കെ നമുക്കിപ്പോ നമ്മളിരുന്ന് അത് പ്രൊമോട്ട് ചെയ്യുന്ന വെച്ചോ, ഇന്ന് ഈ ഇതില് പോഡ്കാസ്റ്റിൽ അത് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മളെ സ്ഥിതി എന്ന് ആലോചിച്ചിട്ടുണ്ടോ? നാസയില് അത് കാരണം അത് ചെയ്യൂല. ആക്ച്വലി നമുക്ക് ആസ്ട്രോ ടോക്ക് ചെറിയ വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. അതല്ലടാ, ചെറിയ വിശ്വാസങ്ങളുണ്ടല്ലേ? അർജു ചെയ്തിട്ടുണ്ട്, നിക് വ്ലോഗ്സ് ചെയ്തിട്ടുണ്ട്, സഞ്ജു ടെക്ക് ചെയ്തിട്ടുണ്ട്. ആസ്ട്രോ ടോക്ക് ഒരു സമയത്ത് എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്, നമുക്കും അയച്ചു തന്നിട്ടുണ്ട്. അത് യൂണിക്കോൺ എന്തോ ആയി ആസ്ട്രോടോക്ക്. അതെന്ന് പറഞ്ഞാല് ഭയങ്കര നല്ല ബിസിനസ് ആണ്. കാര്യം ഇതിപ്പം മോശം നടന്നില്ലെങ്കിൽ നടന്നില്ല, ആർക്ക് തെളിയിക്കാൻ പറ്റൂല ഇത് സ്കാം ആണെന്ന്. കാരണം ഇല്ലാത്ത ഒരു സാധനമാണ്. ശരിയാണ്. അത് എടുക്കണോ വേണ്ടെന്നുള്ള അവരുടെ കയ്യിലാണ്, അവരുടെ കയ്യില്ല. പിന്നെ ഇത് ഇവര് പറയുമ്പോ നമുക്കൊരു സമാധാനം അല്ലെങ്കിൽ കോൺഫിഡൻസ്, അത്രേ ഉള്ളൂ. പിന്നെ ബിനാമോ ഒരു സാധനം നമുക്ക് സ്ഥിരം വരുമായിരുന്നല്ലോ പണ്ട്. ബിനാമയ്ക്ക് ഇപ്പൊ എപ്പോഴും വരുമായിരുന്നു. ഇപ്പൊ ഇല്ലീഗലാ. അല്ല, പിന്നെ നമുക്ക് അന്നൊരു ഈ 1x ബെറ്റാൽ ഇങ്ങനെയൊക്കെ ആയാലും നമുക്ക് അന്നൊരു അപ്പോഴേ നമുക്ക് തോന്നി ഇത് അധിക നാൾ ഓടാനുള്ള ചാൻസ് ഇല്ല. കാര്യം ഇതൊരു സ്കാം പോലത്തെ പരിപാടിയാണ്. അപ്പൊ എവിടെയെങ്കിലും ഒരു ഇതിൽ വീഴും. അപ്പൊ ആ ടൈമിൽ ഇപ്പോഴാണ് സ്കാം ഒക്കെ ഭയങ്കര ആൾക്കാർ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത്, ഭയങ്കരമായിട്ട് എക്സ്പോസ് ചെയ്യുന്നത്. അപ്പൊ ഓരോ റീലിൽ ഇങ്ങനെ പറഞ്ഞ് അവരിങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. പക്ഷെ പണ്ട് തന്നെയാണ് നമുക്കും വന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ വിചാരിച്ചു ഇതെന്ത് ഇങ്ങനെ പോകുന്നതെന്ന് വിചാരിച്ചു. ഇത് ചുമ്മാ ഒരു നോർമലൈസ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. ബിനാമാവട്ടെ കൊറേ സഞ്ജു ടെക്കി ഇത് പ്രൊമോട്ട് ചെയ്യണം, മറ്റേ കളി പൈസ ഇട്ട അപ്പൊ തന്നെ എടുക്കാന്നും പറഞ്ഞൊരു കളി, റോക്കറ്റ്, അതൊക്കെ ഇങ്ങനെ നോർമലൈസ് ചെയ്ത് പോയി എന്നൊക്കെ നമുക്ക് തോന്നിയിരുന്നു. പിന്നെയാണ് ഇങ്ങനെ ന്യൂസുകളൊക്കെ വന്നു തുടങ്ങി, ഇങ്ങനെ ആൾക്കാർ ബുദ്ധിമുട്ടുന്നതും കുറെ പേര് ആത്മഹത്യ ചെയ്ത് ഇതിന്റെ പ്രശ്നങ്ങൾ. അപ്പോഴാണ് ഇതായത് അപ്പൊ ഇത് പ്രശ്നങ്ങൾ വന്നു തുടങ്ങി എന്നുള്ളത്. പിന്നെ ഗവൺമെന്റ് തന്നെ അത് ഇല്ലീഗലാക്കി. പിന്നെ അവിടെ ആദ്യമൊന്നും ഇത് പറയൂലായിരുന്നു, റിസ്ക് ആണെന്ന് പോലും പറയൂലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ സീനൊക്കെ ആയപ്പോഴാണ് തന്നെ എത്ര സാധനങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അവര് ഇങ്ങനെ പൈസ ഇങ്ങനെ ഇട്ടേക്കും. അത് കൊറേ എമൗണ്ട് ആകുമ്പോ അത് വിഡ്രോ ചെയ്യാൻ പറ്റൂല. ഇല്ലീഗൽ ആയിട്ട് സാധനമാണെങ്കിൽ എവിടെ ഇപ്പൊ ചോദിക്കാൻ പറ്റും. അങ്ങനെ പണിയിട്ട് ഒരാളുണ്ട്, എനിക്ക് തോന്നുന്നു ഷാരിഖ് ആണെന്ന്. ഷാരിഖ് പണ്ടെന്തോ ഒരെണ്ണം ചെയ്ത വോൾട്ടോ അങ്ങനെ എന്തോ ഒരെണ്ണത്തിന് ഇതേപോലെ പണിയിട്ടിട്ടുണ്ട്. അത് പുള്ളിക്ക് കുറച്ച് പ്രശ്നമായതാണ്. അവരും വിചാരിച്ചില്ല ഇത്, അത് വിചാരിക്കാതെ പറ്റിയതാണ്. ക്രിപ്റ്റോയിലൊരു സാധനം വന്നിട്ട് അവസാനം അത് ഇതായിപ്പോയി. പക്ഷേ സ്റ്റിൽ അവര് റെസ്പോൺസിബിൾ ആയി അവിടെ. അല്ല, ക്രിപ്റ്റോ സ്കാം ഒക്കെ ഭയങ്കര വലിയൊരു എമൗണ്ടിലൊക്കെ ഇവിടെ കേരളത്തിലൊരെണ്ണം എത്രയോ 1000 കോടി. എത്രയോ കോടി, നമ്മൾ വിചാരിക്കാത്തത്ര കോടി, എണ്ണാൻ പറ്റാത്ത വിചാരിക്കൂലല്ലേ അങ്ങനെ ഒരു ഇത്രയോ വലിയൊരു എമൗണ്ടിൽ സ്കാം നടക്കും. അത് ക്രിപ്റ്റോ വേറൊരു സാധനം കൂടെ ഉണ്ട്. അത് ക്രിപ്റ്റോ കേരളത്തിൽ വന്നു വെച്ച് കഴിഞ്ഞാൽ അതുവഴി ഹവാലയെ കുറച്ച് നടക്കുമായിരുന്നു. അപ്പം അതുകൊണ്ടായിരിക്കും മേ ബി ഇതിനേക്കാളും കൂടുതലായിരിക്കും എമൗണ്ടേ. ചിലർക്ക് വെളിപ്പെടുത്താൻ പറ്റാത്ത എമൗണ്ടും കാണും. ഇവിടെ പൈസ കൊടുത്തിട്ട് അവിടെ ക്രിപ്റ്റോ ട്രാൻസ്ഫർ ചെയ്ത് അങ്ങനെ സെറ്റപ്പ് ഒക്കെ വരും. ഈസിയാണത്. അപ്പൊ നമ്മള് ഇന്ന് നാഷണൽ അവാർഡിനെ കുറിച്ച് സംസാരിച്ചു, ബ്യൂട്ടി ബ്ലോഗേഴ്സിനെ കുറിച്ച് സംസാരിച്ചു, പിന്നെ സ്കാമുകളെ പറ്റി പലതരം നിങ്ങൾക്ക് ബോധവൽക്കരണം ചെയ്യാൻ വേണ്ടി തന്നു. ഇത്രയും ബോധവൽക്കരണം അല്ലേ എന്നും പറഞ്ഞു. ഇനി നമ്മൾ ബ്രാൻഡുകളെ എടുക്കൂലെന്നല്ല, നല്ല ബ്രാൻഡുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വാഗതമാണ്, എല്ലാവർക്കും ഓപ്പൺ ആണ്. മനസ്സിലായില്ലേ? അപ്പൊ ബ്രാൻഡ് മാനേജേഴ്സ് കാണുകയാണെങ്കിൽ നമ്മളെ തഴയരുത്, റഷ് ചെയ്യുക. അവർക്ക് ചിലപ്പോ ഇങ്ങനെ തോന്നില്ല, യുവന്മാരെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം ചിലപ്പോ മാറ്റി പറയും യുവന്മാർക്ക് മോഡാ വേണ്ട. അങ്ങനെ തോന്നണ്ട. നമ്മളിൽ കൂടി മാർക്കറ്റ് ചെയ്താൽ നിങ്ങക്ക് സത്യസന്ധത കൂടത്തേ ഉള്ളൂ. നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോ ഇന്നത്തെ ഈ പോഡ്കാസ്റ്റിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിൽ അറിയിക്കുക. അപ്പോ ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു പോഡ്കാസ്റ്റ് കാണുമ്പോഴേക്കും ബൈ.